അപ്പോൾ നമ്മൾ സൊല്യൂഷൻസിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ പഠിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? പറഞ്ഞു തീർത്തിട്ടുണ്ടായിരുന്നു എന്നല്ല ഞാൻ പറയുന്നത്, പഠിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? നിങ്ങൾ പഠിച്ചോ? ഞാൻ പഠിപ്പിക്കുന്നതിൻ്റെ കൂടെ നിങ്ങൾ പഠിക്കുന്നുണ്ടോ? ഉണ്ടോ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ ഇന്നത്തെ ഒരു പാർട്ടോടെ നമ്മളിത് കംപ്ലീറ്റ് ചെയ്യും. ഫുൾ കംപ്ലീറ്റ് ചെയ്യാൻ പോവുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ ടോപ്പിക്സ് ഒന്ന് നമുക്ക് ബ്രഷപ്പ് ചെയ്യാം. ഐഡിയൽ സൊല്യൂഷൻസ് പറഞ്ഞിരുന്നു, നോൺ ഐഡിയൽ സൊല്യൂഷൻസ് പറഞ്ഞിരുന്നു. എന്താണ് ഐഡിയൽ സൊല്യൂഷനിൽ പറയുന്നത്? റോൾസ് ലോ പക്ക ഒബേ ചെയ്യുന്ന സൊല്യൂഷൻസ് ആണ് ആര്? ഐഡിയൽ സൊല്യൂഷൻസ്. അപ്പോൾ നോൺ ഐഡിയൽ സൊല്യൂഷൻസ് എന്താണ്? റോൾസ് ലോയിൽ നിന്ന് ഡീവിയേഷൻ കാണിക്കുന്നവരാണ് നോൺ ഐഡിയൽ സൊല്യൂഷൻസ്. ഇത് രണ്ട് ടൈപ്പിൽ കാണിക്കാം ഡീവിയേഷൻ. പോസിറ്റീവ് ഡീവിയേഷൻ ആൻഡ് നെഗറ്റീവ് ഡീവിയേഷൻ ഉണ്ട്. പോസിറ്റീവ് ഡീവിയേഷൻ ആൻഡ് നെഗറ്റീവ് ഡീവിയേഷൻ ഉണ്ട്. അപ്പോൾ എങ്ങനെയാണ് പോസിറ്റീവ് ഡീവിയേഷനും നെഗറ്റീവ് ഡീവിയേഷനും? നമുക്കറിയാം റോൾസ് ലോ ഒബേ ചെയ്യുന്നവർ എന്തൊക്കെയാണ് ഫോളോ ചെയ്യുക. ഇപ്പോൾ PA, ദാറ്റ് ഇസ് പാർഷ്യൽ പ്രഷർ ഓഫ് സൊല്യൂഷനിലെ കോമ്പണൻറ്റിൻ്റെ. അപ്പോൾ അതെന്തിന് ഈക്വലാണ്? P0A കൈ A ഇതിന് ഈക്വൽ ആയിരിക്കും. അതുപോലെ തന്നെ PB P0B കൈ B. ഫൈൻ. അതുപോലെ തന്നെ നമ്മളുടെ എൻതാൽപ്പി ഓഫ് മിക്സിങ്ങും വോളിയം ഓഫ് മിക്സിങ്ങും 0ന് ഈക്വൽ ആയിരിക്കും. ഓൾസോ ഒന്നും കൂടി ഉള്ളത് നമ്മുടെ AA ഇൻട്രാക്ഷൻ BB ഇൻട്രാക്ഷൻ എന്തിന് ഈക്വൽ ആയിരിക്കും? AB ഇൻട്രാക്ഷന് ഈക്വൽ ആയിരിക്കും. ഇത് എവിടെയാണ് ഇതൊക്കെ പോസിബിൾ ആവുന്നത്? റോൾസ് ലോ പക്ക ഒബേ ചെയ്യുന്ന ഐഡിയൽ സൊല്യൂഷൻസിൽ. നോൺ ഐഡിയൽ സൊല്യൂഷൻ്റെ കേസിൽ PA നോട്ട് ഈക്വൽ ടു P0A കൈ A. അതുതന്നെ ഗ്രേറ്റർ ദാൻ വരാം, ലെസ് ദാൻ വരാം. ഇഫ് ഇറ്റ് ഇസ് ഷോയിങ് പോസിറ്റീവ് ഡീവിയേഷൻ ഫ്രം റോൾസ് ലോ, then PA greater than P0A കൈ A ആയിരിക്കും. PB greater than P0B കൈ B ആയിരിക്കും. ആൻഡ് AA ഇൻട്രാക്ഷൻ BB ഇൻട്രാക്ഷൻ greater than AB ഇൻട്രാക്ഷൻ ആയിരിക്കും. വോളിയം ഓഫ് മിക്സിങ്, എൻതാൽപ്പി ഓഫ് മിക്സിങ് ഒക്കെ എന്തായിരിക്കും? greater than 0 ആയിരിക്കും. നെഗറ്റീവ് ഡീവിയേഷൻ്റെ കേസിൽ എല്ലാം വൈസ് വേഴ്സ തിരിച്ചിടുക. ഓക്കെ. റോൾസ് ലോ എന്തായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്? റോൾസ് ലോ ആദ്യം ഡാൽട്ടൺസ് ലോയിലേക്ക് വരാം അല്ലേ? ഡാൽട്ടൺസ് ലോയിൽ നിന്ന് റോൾസ് ലോയിലേക്ക് പോകാം. ഡാൽട്ടൺസ് ലോ എന്തായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ഒരു സൊല്യൂഷൻ്റെ ടോട്ടൽ വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് അതിലെ ഓരോ കോമ്പണൻറ്റിൻ്റെയും ഇൻഡിവിജ്വൽ കോമ്പണൻറ്റിൻ്റെയും വേപ്പർ പ്രഷറിൻ്റെ അല്ലെങ്കിൽ പാർഷ്യൽ പ്രഷറിൻ്റെ സമ്മാണ് എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ റോൾസ് ലോയിൽ എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ഓരോ കോമ്പണൻറ്റിൻ്റെയും വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് മോൾ ഫ്രാക്ഷന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആണ്. ഈ ഒരു കോൺസെപ്റ്റ് മനസ്സിൽ വെക്കുക. എന്നിട്ട് വേർഡ്സ് ഒക്കെ നിങ്ങൾ സ്വന്തം ഉണ്ടാക്കുക. അങ്ങനെയാണ് ലോ പഠിക്കേണ്ടത്. ലോസ് ഒക്കെ വരുവാണെങ്കിൽ അത് അതേപോലെ ബൈഹാർട്ട് ചെയ്യരുത്. നിങ്ങൾ ആദ്യം കാര്യം എന്താണെന്ന് മനസ്സിലാക്കുക. നിങ്ങൾ നിങ്ങളുടെ സ്വന്തം വേർഡ്സിലേക്ക് മാറ്റുക. പിന്നെ ചില സ്കൂളിലൊക്കെ ഉണ്ട് അതേ വേർഡിങ് തന്നെ യൂസ് ചെയ്യണം എന്ന് പറയുന്നത്. ഞാനിപ്പോൾ +2 കെമിസ്ട്രി പ്രാക്ടിക്കൽസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് സ്കീം ഉണ്ടാവും. കാറ്റയോൺ അനാലിസിസിനൊക്കെ സ്കീം ഉണ്ടാവും. നിങ്ങൾ +2 പ്രാക്ടിക്കൽസൊക്കെ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ, കാറ്റയോൺ അനാലിസിസ് ഒക്കെ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാവും. ഓക്കെ, ഒരു സ്കീമുണ്ട്. ഓരോ ഗ്രൂപ്പ് 1, ഗ്രൂപ്പ് 2, ഗ്രൂപ്പ് 3 കാറ്റയോൺസ്, അങ്ങനെ ഓരോ കാറ്റയോൺസിൻ്റെയും സ്കീം നിങ്ങൾ അതേ ബേസിസിൽ അത് പഠിച്ച് അതേ എക്സ്പെരിമെൻറ്റ് അത് തന്നെയാണ് ചെയ്യുക. അപ്പം ഞാൻ കെമിസ്ട്രി പ്രാക്ടിക്കൽസ് എഴുതാൻ പോയപ്പം, എക്സാം ചെയ്യാൻ പോയപ്പോൾ, മെയിൻ എക്സാം ആട്ടോ, ഞാൻ ഈ സ്കീം മനസ്സിലാക്കിയിട്ട് എൻ്റെ സ്വന്തം വേർഡ്സിൽ മാറ്റി എഴുതി. കോൺസെപ്റ്റ് സെയിം ആണ്, പക്ഷേ എന്താണ് അതിലെ ഐഡിയ സെയിം ആണ്. ഞാൻ എൻ്റെ വേർഡ്സിലാണ് സ്കീം എഴുതിയത്. അപ്പം അന്നത്തെ ടീച്ചർ അതൊന്നും സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല. സ്കീമിൽ എന്താണോ അതന്നെ എഴുതണം എന്നൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നീട് ഞാനിപ്പം എൻ്റെ ഡിഗ്രി ലെവൽ കെമിസ്ട്രി പ്രാക്ടിക്കൽസ് ചെയ്തപ്പം ഇറ്റ് വാസ് ലൈക്ക് ഓക്കെ, കോൺസെപ്റ്റ് ഐഡിയ ഉണ്ടായാൽ മതി. വേർഡ്സൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എങ്ങനെയാണെന്ന് വെച്ചാൽ എഴുതാം. ഇപ്പം സ്കീമിൽ ഇത്രത്തോളം സംഭവങ്ങൾ ഡീറ്റെയിലായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ എന്താണോ കോർ പാർട്ട് എന്താണോ അത് മാത്രം ഷോർട്ടാക്കിയിട്ട് എഴുതിയാൽ മതി എന്നൊക്കെയായിരുന്നു ഞാൻ ഡിഗ്രി ലെവലിലേക്ക് വന്നപ്പം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം ഇത് ഞാൻ പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ ലോയും അതേപോലെ എഴുതണം നിങ്ങളുടെ ടീച്ചേഴ്സ് പറയുകയാണെങ്കിൽ ഓക്കെ, നിങ്ങളുടെ ടീച്ചേഴ്സ് പറയുന്ന പോലെ ചെയ്യുക. അതിൻ്റെ ഒരു ആവശ്യമില്ല സത്യം പറഞ്ഞാൽ. ആ ഒരു ഐഡിയ ആ ലോയിൽ ഉണ്ടാവണം, നിങ്ങൾ എഴുതുന്ന ലോയിൽ ഉണ്ടാവണം എന്നേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ടീച്ചേഴ്സായിട്ട് ഡിസ്കസ് ചെയ്ത് അവർ പറയുന്ന പോലെ ചെയ്യാം. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന അസിയോട്രോപ്സ് എന്താണ് എന്നാണ്. അസിയോട്രോപ്സ്, ഞാൻ ഒരു കണ്ടെയ്നർ എടുത്തു. ഈ കണ്ടെയ്നറിൽ A എന്ന കോമ്പണൻറ്റും ഉണ്ട്, B എന്ന കോമ്പണൻറ്റും ഉണ്ട്. A എന്ന കോമ്പണൻറ്റും ഉണ്ട്, B എന്ന കോമ്പണൻറ്റും ഉണ്ട്. ഞാൻ ഇതിനെ ഹീറ്റ് ചെയ്യാണ്. ഓക്കെ, ഹീറ്റ് ചെയ്യാണ്. അപ്പോൾ എന്തായിട്ട് മാറും? അത് ഉറപ്പായിട്ടും വേപ്പറായിട്ട് മാറും അല്ലേ? അപ്പോൾ ലിക്വിഡ് സ്റ്റേറ്റിലും വേപ്പർ സ്റ്റേറ്റിലും ഒരേ കമ്പോസിഷനാണ് ഇവർ കാണിക്കുന്നതെങ്കിൽ, A ആൻഡ് B എന്ന രണ്ട് കോമ്പണൻസ് ചേർത്ത് ഞാനൊരു സൊല്യൂഷൻ ഉണ്ടാക്കുകയാണെങ്കിൽ, ആ സൊല്യൂഷൻ അല്ലെങ്കിൽ ഒരു മിക്സ്ചർ ഉണ്ടാക്കുകയാണെങ്കിൽ, ആ മിക്സ്ചർ ലിക്വിഡ് സ്റ്റേറ്റിലും വേപ്പർ സ്റ്റേറ്റിലും ഒരേ കമ്പോസിഷൻ കാണിക്കുകയാണെങ്കിൽ അതിനെ നമുക്കൊരു അസിയോട്രോപ്പ് എന്ന് വിളിക്കാം.
ഇനിയല്ല, വേറൊരു കണ്ടീഷൻ കൂടിയുണ്ട്. എന്താണ്? ഇവരെ ബോയിൽ ചെയ്യുന്ന ടെമ്പറേച്ചർ സെയിം ആയിരിക്കും. ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. ഓക്കെ, എ കുറച്ച് നേരത്തെ ബോയിൽ ചെയ്യും, ബി കുറച്ച് വൈകി ബോയിൽ ചെയ്യും, അങ്ങനെയൊന്നല്ല. ഇവർ ചക്കിക്കൊത്ത ചങ്കരനെ പോലെ അല്ലേ, ചക്കിക്കൊത്ത ചങ്കരൻ അല്ലേ, നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട്സിനെ പോലെ, ബെസ്റ്റീസിനെ പോലെ, ബെസ്റ്റ് ഫ്രണ്ട്സ് ഫോർ എവർ അല്ലേ, അങ്ങനെയൊക്കെ പോലെ എയും ബിയും എന്താണ്? BFF, ബെസ്റ്റ് ഫ്രണ്ട്സ് ഫോർ എവർ ആണ്. അവർ ചക്കിക്കൊത്ത ചങ്കരനാണ്. അവർ വിട്ടുപിരിയില്ല. ബോയിൽ ചെയ്യുകയാണെങ്കിൽ ഓക്കെ, ഒരേ ടൈമിലേ ബോയിൽ ചെയ്യുള്ളൂ, ഒരേ പോയിന്റിലേ അവർ ബോയിൽ ചെയ്യുള്ളൂ. ഇനിയിപ്പം എയിനും ബീനും ഒരു കമ്പോസിഷൻ ലിക്വിഡ് സ്റ്റേറ്റിലുണ്ടെങ്കിൽ അവർ വേപ്പർ സ്റ്റേറ്റിലേക്ക് മാറിയാലും അതേ കമ്പോസിഷനിലേ അവർ നിൽക്കുള്ളൂ. എപ്പോഴും കൂട്ടിന് എയിന് ബി കൂട്ടും, ബീന് എ കൂട്ടുമായിട്ട് ഉണ്ടാവും. അങ്ങനത്തെ സൊല്യൂഷൻസിനെ അല്ലെങ്കിൽ മിക്സ്ചേഴ്സിനെ വിളിക്കുന്ന പേരാണ് അസിയോട്രോപ്സ് എന്നത്. അത്തരം ഒരു കണ്ടീഷൻ ഉള്ളത് കൊണ്ട് തന്നെ എന്താണ്? ഒരേ പോയിന്റിലെ ബോയിൽ ചെയ്യൂ, ബോയിലിംഗ് പോയിന്റ് സെയിം ആണ്, കോൺസ്റ്റന്റ് ആണ് എന്നൊരു കണ്ടീഷൻ ഉള്ളത് കൊണ്ട് തന്നെ ഇവരെ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ വെച്ച് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ വെച്ച് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. ബോയിലിംഗ് പോയിന്റ്സ് ഡിഫർ ആയിട്ടുള്ള കോമ്പണൻസ് ചേർത്തിട്ട് സൊല്യൂഷൻസ് അല്ലെങ്കിൽ മിക്സ്ചേഴ്സ് ഉണ്ടാക്കുമ്പോൾ മാത്രമേ അവരെ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ഉപയോഗിച്ച് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി നമുക്കിവിടെ എഴുതിയ ഡെഫിനിഷൻ ഒന്ന് വായിച്ചു നോക്കിയാലോ. Azeotrophs are binary mixtures having the same composition in liquid and vapor state and boil at a constant temperature. എന്താണ് പറയുന്നത്? ആദ്യത്തെ പോയിന്റ് എന്താണ്? ബൈനറി മിക്സ്ചർ. ഞാൻ ഓൾറെഡി ഫസ്റ്റ് പാർട്ടിൽ, സൊല്യൂഷൻസിൻ്റെ ഫസ്റ്റ് പാർട്ടിൽ പറഞ്ഞിട്ടുണ്ട് എന്താണ് ബൈനറി എന്നുള്ളത്. ബൈനറി എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് കോമ്പണൻസ് ചേരുമ്പോഴാണ് അത് ബൈനറി മിക്സ്ചർ അല്ലെ ബൈനറി സൊല്യൂഷനായിട്ട് മാറുന്നത്. സോ രണ്ട് കോമ്പണൻസ് ചേർന്നുണ്ടാവുകയാണെങ്കിൽ അതൊരു ബൈനറി മിക്സ്ചറാണ്. അസിയോട്രോപ്പ് എന്ന് പറയുന്ന രണ്ട് കോമ്പണൻസ് വെച്ചിട്ടാണ് ഉണ്ടാവുന്നത്. ഫസ്റ്റ് പോയിന്റ്. ഇത് ഈ ഒരു ഐഡിയ മനസ്സിൽ വെച്ചാൽ മതി കേട്ടോ. അസിയോട്രോപ്സ് എന്തിനാ അപ്പോൾ പഠിക്കുന്നത്, ഇത് ഇങ്ങനെയൊക്കെ പഠിച്ചാൽ മതിയോ, എന്തൊക്കെ ഇപ്പോൾ ഇതിൽ പഠിക്കേണ്ടി വരും എന്ന ഒരു തോട്ട് ഉണ്ടെങ്കിൽ അസിയോട്രോപ്സിനെ കുറിച്ച് ഞാൻ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ മാത്രം ഒന്ന് മനസ്സിൽ വെക്കുക. അസിയോട്രോപ്പ് എന്ന് പറയുന്ന രണ്ട് കോമ്പണൻറ്റ് ചേർത്തുണ്ടാക്കുന്ന മിക്സ്ചറാണ്, എ ആൻഡ് ബി. ഓക്കെ, അവരുടെ കോമ്പസിഷൻ സെയിം ആണ്. എവിടെ? ലിക്വിഡ് ആൻഡ് വേപ്പർ ഫേസിൽ. ലിക്വിഡ് ഫേസിലും വേപ്പർ ഫേസിലും ഒരേ കോമ്പോസിഷനാണ് ആർക്കുള്ളത്? അസിയോട്രോപ്സിനുള്ളത്. മൂന്നാമത്തെ കാര്യം എന്താണ്? ദേ ബോയിൽ അറ്റ് സെയിം ടെമ്പറേച്ചർ. എയും ബിയും വേറെ വേറെ ടെമ്പറേച്ചേഴ്സിലല്ല ബോയിൽ ചെയ്യുക, അവർ ഒരേ ടെമ്പറേച്ചറിലാണ് ബോയിൽ ചെയ്യുക. അവർക്ക് ഒരേ കോമ്പോസിഷനാണ് ലിക്വിഡ് ആൻഡ് വേപ്പർ ഫേസിൽ. അതുപോലെ തന്നെ അസിയോട്രോപ്സ് ആർ മെയ്ഡ് ഓഫ് ടു കോമ്പണൻസ്, ടു മിക്സ്ചർ. ഒരു മിക്സ്ചർ എന്ന് പറയുന്നത് അസിയോട്രോപ്പ് എന്ന് പറയുന്നത് രണ്ട് കോമ്പണൻസ് ചേർന്നിട്ടാണ് ഉണ്ടാവുക. മൂന്ന് കാര്യങ്ങൾ മനസ്സിലായോ? അസിയോട്രോപ്പ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മൂന്ന് കാര്യങ്ങളും നിങ്ങൾ എഴുതി വെക്കണം. പോരാത്തതിന് കുറച്ച് എക്സ്ട്രാ കാര്യങ്ങളും ഞാൻ പറഞ്ഞുതരാം. മിനിമം ബോയിലിംഗ് അസിയോട്രോപ്പും ഉണ്ട്, മാക്സിമം ബോയിലിംഗ് അസിയോട്രോപ്പും ഉണ്ട്. നിങ്ങൾ റോൾസ് ലോ പഠിച്ച ആൾക്കാരാണ്. ഞാൻ ഇന്ന് ഒരു ബ്രഷപ്പ് എന്ന രീതിയിൽ റോൾസ് ലോ എന്താണെന്ന് പറഞ്ഞു തന്നു. അതിന് പോസിറ്റീവ് ഡീവിയേഷൻ, നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന സൊല്യൂഷൻസ് ഉണ്ട് എന്നും പറഞ്ഞു തന്നു. എന്താണ് പോസിറ്റീവ് ഡീവിയേഷൻ, എന്താണ് നെഗറ്റീവ് ഡീവിയേഷൻ എന്ന് കൂടി ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ തുടങ്ങുമ്പോൾ ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് നോക്കിയാലോ, എന്താണ് മിനിമം ബോയിലിംഗ് അസിയോട്രോപ്പ്, എന്താണ് മാക്സിമം ബോയിലിംഗ് അസിയോട്രോപ്പ് എന്നത്. അസിയോട്രോപ്പ് എന്താണെന്ന് പഠിച്ചു. ഇനി അസിയോട്രോപ്പിൻ്റെ രണ്ട് ക്ലാസിഫിക്കേഷൻസ് എന്താണെന്ന് നിങ്ങൾക്കറിയാം. മിനിമം ബോയിലിംഗ് ആൻഡ് മാക്സിമം ബോയിലിംഗ് അസിയോട്രോപ്പ്. എന്താണ് മിനിമം ബോയിലിംഗ് അസിയോട്രോപ്പ്, എന്താണ് മാക്സിമം ബോയിലിംഗ് അസിയോട്രോപ്പ് എന്ന് നോക്കാം. The solutions which show a large positive deviation from Raoult's law form minimum boiling azeotrope. മിനിമം ബോയിലിംഗ് അസിയോട്രോപ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റോൾസ് ലോയിൽ നിന്ന് പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നവരെയാണ് നമ്മൾ എന്ത് വിളിക്കുക? മിനിമം ബോയിലിംഗ് അസിയോട്രോപ്പ്. അപ്പോൾ എന്തായിരിക്കും മാക്സിമം ബോയിലിംഗ് അസിയോട്രോപ്പ്? ഓക്കെ, the solutions that show large negative deviation from Raoult's law is called maximum boiling azeotrope. ഓക്കെ, അപ്പോൾ മാക്സിമം ബോയിലിങ്ങും മിനിമം ബോയിലിങ്ങും എന്താണെന്ന് മനസ്സിലായി. അസിയോട്രോപ്സിൻ്റെ കേസിൽ മിനിമം ബോയിലിംഗ് അസിയോട്രോപ്പ് എന്ന് വെച്ചാൽ എന്താണ്? ലാർജ് പോസിറ്റീവ് ഡീവിയേഷൻ ഫ്രം റോൾസ് ലോ കാണിക്കുന്നവർ. മാക്സിമം ബോയിലിംഗ് അസിയോട്രോപ്പ് എന്ന് വെച്ചാൽ എന്താണ്? മിനിമം ഡീവിയേഷൻ, ഓക്കെ അല്ല സോറി നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന, ലാർജ് നെഗറ്റീവ് ഡീവിയേഷൻ ഫ്രം റോൾസ് ലോ കാണിക്കുന്നവരാണ് ആര്? അസിയോട്രോപ്സ് രണ്ട് ടൈപ്പിലുണ്ടല്ലോ. ആരൊക്കെയാണ്? നമ്മൾ മിനിമം ബോയിലിങ്ങും മാക്സിമം ബോയിലിങ്ങും. അപ്പോൾ ആരായിരിക്കും നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നവർ? യെസ്, മാക്സിമം ബോയിലിംഗ് അസിയോട്രോപ്പ്. ക്ലിയർ ആയല്ലോ അസിയോട്രോപ്സ് എന്താണ്, എന്തൊക്കെയാണ് അവരുടെ ക്ലാസിഫിക്കേഷൻ, ആ ക്ലാസിഫിക്കേഷനിൽ വരുന്ന മിനിമം ബോയിലിംഗ് ആൻഡ് മാക്സിമം ബോയിലിംഗ് എന്താണെന്ന് ചെറുതായിട്ടൊന്ന് മനസ്സിലാക്കി വെക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മളിനി ഈ ചാപ്റ്ററിൻ്റെ ഏറ്റവും അവസാനത്തെ ടോപ്പിക്കിലേക്കാണ് കിടക്കാൻ പോകുന്നത്. ഏറ്റവും അവസാനത്തെ ടോപ്പിക്കിലേക്ക്. ക്ലിയർ ആവുന്നുണ്ടോ? ഞാൻ പറയുന്നത് ഓഡിബിൾ ആണോ? ഓക്കെ, ഹലോ ക്ലിയർ അല്ലേ? അപ്പോൾ ഈ ചാപ്റ്ററിൻ്റെ ഏറ്റവും ലാസ്റ്റത്തെ ടോപ്പിക്കാണെന്ന് പറഞ്ഞു. നിങ്ങളെല്ലാവരും അതിൻ്റെ ഒരു സന്തോഷത്തിലായിരിക്കും. ലാസ്റ്റ് ആയല്ലോ എന്ന്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ഏത് ചാപ്റ്റർ തുടങ്ങിക്കഴിഞ്ഞാലും ഒരു 3 or 4
ഏറിപ്പോയ ഒരു 5 പാർട്ടിൽ അത് തീർത്തിരിക്കും. ഓക്കെ, നമ്മൾ കുറേ ഗ്യാസൊന്നും അടിക്കില്ല അതിൻ്റെ ഇടയിൽ, കാര്യങ്ങൾ മാത്രമേ പറയാറുള്ളൂ. പിന്നെ ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട് ചെറുതായിട്ട് എന്തെങ്കിലും നമ്മൾ ടോപ്പിക്കിൽ നിന്ന് വിട്ടു പോയേക്കാം, സ്വാഭാവികം. കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് എന്താണെന്ന് നോക്കാം. സൊല്യൂഷൻ എന്താണെന്ന് നമ്മൾ പഠിച്ചു അല്ലേ? സൊല്യൂഷൻ എന്താണെന്ന് പഠിച്ചു. സൊല്യൂഷൻ്റെ ഒരുപാട് കോൺസെൻട്രേഷൻ മെഷർ ചെയ്യുന്ന ടേംസ് ഒക്കെ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു ഈ സൊല്യൂഷൻ എന്ന ചാപ്റ്ററിൻ്റെ തുടക്കത്തിൽ. അതുപോലെ സൊല്യൂഷൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി. കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് സൊല്യൂഷൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ്. എന്താണ് ആ പ്രോപ്പർട്ടീനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ആ പ്രോപ്പർട്ടി എങ്ങനെയാണ് മാറുന്നത്? ഇപ്പോൾ എൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും, ഞാൻ നല്ലൊരു സ്റ്റുഡൻ്റാണ്, അല്ലെങ്കിൽ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുക കേട്ടോ, ഞാൻ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ബൈ പ്രൊഫഷൻ നിങ്ങളെയൊക്കെ ടീച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ കൂടി ഞാൻ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റുഡൻ്റാണ്. കണ്ടാൽ ഇങ്ങനെ തോന്നുമ്പോൾ എനിക്കറിയില്ല, എൻ്റെ പ്രായത്തിനേക്കാൾ ഒരുപാട് കുറവാണ് എനിക്ക് തോന്നുക. കാഴ്ചയിൽ അങ്ങനെയാണ്. ആൻഡ് കാഴ്ചയിലുള്ളതൊന്നും സത്യമല്ലല്ലോ, എല്ലാം സത്യമാവണമെന്നില്ല, കാണുന്നതെല്ലാം സത്യമാവണമെന്നില്ല. അപ്പോൾ എൻ്റെ പ്രോപ്പർട്ടി എന്താണെന്ന് ഒരാൾ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും, ഞാനൊരു സ്റ്റുഡൻ്റാണ്, ഞാനൊരു ടീച്ചറാണ്, ഞാനൊരു ഇതാണ്, ഇതൊക്കെ എൻ്റെ പ്രോപ്പർട്ടീസാണ് അല്ലേ? അങ്ങനെ സൊല്യൂഷൻ്റെ പ്രോപ്പർട്ടി എന്താണെന്ന് ഞാൻ സൊല്യൂഷനോട് ചോദിക്കുമ്പോൾ സൊല്യൂഷൻ എന്നോട് പറയുകയാണ്, എനിക്ക് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ഉണ്ടത്. അപ്പോൾ എന്തായിരിക്കും കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി? കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഒരു സൊല്യൂഷൻ്റെ സോല്യൂട്ടിൻ്റെ എണ്ണത്തിനനുസരിച്ച് വേരി ചെയ്യുന്ന പ്രോപ്പർട്ടീസിനെയാണ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. യു നോ ദാറ്റ് സൊല്യൂഷൻ ഇസ് മേഡ് അപ്പ് ഓഫ് സോല്യൂട്ട് ആൻഡ് സോൾവെൻറ്റ്. അതിൽ സോല്യൂട്ട് പാർട്ടിക്കിൾസിൻ്റെ എണ്ണത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന, അല്ലെങ്കിൽ സോൾവെൻറ്റ് പാർട്ടിക്കിൾസുമായിട്ട് സോല്യൂട്ട് പാർട്ടിക്കിൾസിൻ്റെ എണ്ണത്തിനെ കമ്പയർ ചെയ്യുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് മാറുന്ന പ്രോപ്പർട്ടീസിനെയാണ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്ന് നമ്മൾ പറയുന്നത്. കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ദാറ്റ് ഡിപ്പെൻഡ്, എന്താണ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി? ഇവിടെ ഡെഫിനേഷൻ എഴുതിയിട്ടുണ്ട്. പ്രോപ്പർട്ടീസ് ദാറ്റ് ഡിപ്പെൻഡ് ഓൺ ദി നമ്പർ ഓഫ് സോല്യൂട്ട് പാർട്ടിക്കിൾസ് ബട്ട് നോട്ട് ഓൺ ദ നേച്ചർ ഇസ് കോൾഡ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ്. ഓക്കെ, നമ്മളിപ്പോൾ വലിയ ക്ലോത്തിങ് ബ്രാൻഡ്സ് ഒക്കെ ഉണ്ടാവും, ക്ലോത്തിങ് ബ്രാൻഡ്സ് അല്ലെങ്കിൽ അതിൻ്റെ ഷോറൂംസ് ഒക്കെ ഉണ്ടാവും. അപ്പം നമ്മൾ പുറമേ കാണുമ്പം നല്ല തിരക്കുണ്ടല്ലോ അല്ലേ, നല്ല ആളുകളുടെ എണ്ണം ഉണ്ടല്ലോ എന്നാണ് നോക്കുക പുറമേ നിന്ന് നോക്കുമ്പം. അല്ലാതെ ആ ഷോറൂമിൽ എന്താണ് ഡ്രസ്സിൻ്റെ വില ഭയങ്കരമാണോ, കൂടുതലാണോ, കുറവാണോ, അല്ലെങ്കിൽ ഡ്രസ്സ് വിൽക്കുന്ന ഡ്രസ്സിൻ്റെ ക്വാളിറ്റി, ആ മെറ്റീരിയലിൻ്റെ ക്വാളിറ്റി എങ്ങനെയാണ് എന്നൊന്നും നമ്മൾ നോക്കില്ല. ഒരു ഷോറൂം നമ്മൾ പുതിയതായി തുറന്നു കണ്ട് അതിൽ കുറേ ആളുകളുണ്ടെങ്കിൽ നമ്മൾ ആ ഷോറൂമിനെ എങ്ങനെ വിലയിരുത്തും? അതിലെ ആളുകളുടെ എണ്ണം വെച്ച് വിലയിരുത്തും. അതുപോലെ തന്നെ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സൊല്യൂഷൻ്റെ നേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യില്ല, പകരം അതിൽ എത്ര സോല്യൂട്ട് പാർട്ടിക്കിൾസ് ഉണ്ട് എന്നതിനെ മാത്രം നോക്കിയാണ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് നിലനിൽക്കുന്നത്. അങ്ങനെയുള്ള 4 കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസാണ് സൊല്യൂഷന് സ്വന്തം എന്ന് പറയാനുള്ളത്. ഞാൻ സൊല്യൂഷനോട് ചോദിച്ചു, നിനക്ക് എന്ത് പ്രോപ്പർട്ടിയാണുള്ളത്? സൊല്യൂഷൻ പറഞ്ഞു, എനിക്ക് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ഉണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്ത് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി? വാട്ട് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി? അപ്പോൾ പറഞ്ഞു, എനിക്ക് 4 കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ഉണ്ട് മക്കളെ. എന്തൊക്കെയാണ് 4 കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് എന്ന് നമുക്ക് നോക്കാം. റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ, വേപ്പർ പ്രഷറിൻ്റെ ലോവറിംഗ്. അതുപോലെ തന്നെ എലവേഷൻ ഓഫ് ബോയിലിംഗ് പോയിൻറ്റ്, ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിൻറ്റ്, ഓസ്മോസിസ് ആൻഡ് ഓസ്മോട്ടിക് പ്രഷർ. ഇങ്ങനെ 4 കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസാണ് സൊല്യൂഷന് സ്വന്തം എന്ന് പറയാനുള്ളത്. ഇതൊക്കെ പേര് കേട്ട് നിങ്ങൾ ഞെട്ടും എന്നറിയാം, പക്ഷേ ഒന്നുമില്ല, അതൊക്കെ വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. നമുക്ക് ആദ്യത്തെ റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷറിലേക്ക് എന്താണത് എന്നൊന്ന് നോക്കാം. മെയിനായിട്ടും ഈ ഒരു ടൈറ്റിലിൻ്റെ അടിയിൽ നിങ്ങൾ ഡെറിവേഷനാണ് പഠിക്കേണ്ടത്. അപ്പോൾ ഡെറിവേഷന് പോകുന്നതിന് മുന്നേ ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞേക്കാം. ഈ 4 കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ഉണ്ടല്ലോ, റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ ആണെങ്കിലും, എലവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ് ആണെങ്കിലും, ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ് ആണെങ്കിലും, ഓസ്മോസിസ് ആൻഡ് ഓസ്മോട്ടിക് പ്രഷർ ആണെങ്കിലും, ഇതെല്ലാം നമ്മൾ യൂസ് ചെയ്യുന്നത് എന്ത് കണ്ടുപിടിക്കാനാണ്? ആൻഡ് വി ആർ യൂസിങ് ഓൾ ദീസ് ടു ഫൈൻഡ് മോളാർ മാസ് ഓഫ് സോല്യൂട്ട്, ദാറ്റ് ഇസ് M2 അല്ലെങ്കിൽ MB. ഈ 4 കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു? സോല്യൂട്ട് പാർട്ടിക്കിൾസിൻ്റെ എണ്ണത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഈ 4 കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസും നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു സൊല്യൂഷനിലെ സോല്യൂട്ടിൻ്റെ മോളാർ മാസ് കണ്ടുപിടിക്കാനാണ്. ആൻഡ് ദാറ്റ് ഇസ് M2 അല്ലെങ്കിൽ സോല്യൂട്ടിൻ്റെ MB. ഓക്കെ, M2 ഓർ MB എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. നിങ്ങൾ മറക്കരുത്, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന 4 കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസിൽ നിന്നും നമ്മൾ ഡിറൈവ് ചെയ്യാൻ പോകുന്നത് M2 കാണാനുള്ള ഇക്വേഷനാണ്. നിങ്ങളോട് അങ്ങനെ തന്നെ ചോദിക്കും, M2 കാണാനുള്ള ഇക്വേഷൻ നിങ്ങൾ റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷറിൻ്റെ കേസിൽ ഡിറൈവ് ചെയ്യുക, എലവേഷൻ ഓഫ് ബോയിലിംഗ് പോയിൻറ്റിൻ്റെ കേസിൽ ഡിറൈവ് ചെയ്യുക, ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിൻറ്റിൻ്റെ കേസിൽ ഡിറൈവ് ചെയ്യുക. അങ്ങനെ 4 കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് വെച്ചിട്ടും നമുക്ക് എന്ത് ചെയ്യാം? M2 കാണാനുള്ള ഇക്വേഷൻ ഡിറൈവ് ചെയ്യാം.
മോളാർ മാസ് ഓഫ് സോല്യൂട്ട് കാണാനുള്ള ഇക്വേഷൻ ഡിറൈവ് ചെയ്യാം. എന്തിനാണ് ഇത് ഡിറൈവ് ചെയ്യുന്നത്? കാരണം 4 കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് വെച്ച് നമുക്ക് കണ്ടെത്താൻ പറ്റുന്ന ഒരു സംഭവമാണ് മോളാർ മാസ് ഓഫ് സോല്യൂട്ട്. അപ്പോൾ നമുക്ക് നോക്കിയാലോ, റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ എങ്ങനെ M2ൻ്റെ ഇക്വേഷനിലേക്ക്, M2 കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനിലേക്ക് നമുക്ക് എത്താമെന്ന്. 2 കണ്ടെയ്നേഴ്സ് കൺസിഡർ ചെയ്യാം. ഇതിൽ ഞാൻ പ്യോർ സൊല്യൂഷൻ ഓഫ് എ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അവിടുത്തെ വേപ്പർ പ്രഷർ എന്തായിരിക്കും? പ്യോർ ആണ് കേട്ടോ, പ്യോർ കോമ്പണൻറ്റ് ഓഫ് എ, പ്യോർ സൊല്യൂഷൻ അല്ല, പ്യോർ കോമ്പണൻറ്റ് ഓഫ് എ. അപ്പോൾ അവിടുത്തെ വേപ്പർ പ്രഷർ എന്തായിരിക്കും? P0A ആണല്ലോ. ഇനി ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ എയും ഞാൻ ചേർത്തു രണ്ടാമത്തെ കണ്ടെയ്നറിലേക്ക്. കൂട്ടത്തിൽ ഞാൻ കുറച്ച് വേറെ എന്തെങ്കിലും ബി എന്ന സബ്സ്റ്റൻസോ എന്തെങ്കിലും ഒന്ന് ചേർത്തു. അപ്പോൾ അവിടുത്തെ ഒബ്വിയസ്ലി അവിടുത്തെ എന്താണ് വേപ്പർ പ്രഷർ എന്തായിട്ട് മാറി? P0A ആയിട്ട് തന്നെ നിൽക്കുമോ? ഇല്ല, PA. ഞാനതൊക്കെ മുൻപത്തെ സെക്ഷനിൽ അത് ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. ആദ്യം പ്യോർ കോമ്പണൻ്റ് ആയതുകൊണ്ടാണ് P0A എന്ന് പറയുന്നത്. രണ്ടാമത്തെ കേസിൽ, രണ്ടാമത്തെ കണ്ടെയ്നറിൽ ഞാൻ എയും അതർ കോമ്പണൻറ്റും ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് PA ആയിരിക്കും, കാരണം പ്യോർ കോമ്പണൻ്റ് അല്ല, PA ആണ് വേപ്പർ പ്രഷർ എന്ന് പറയുന്നത്. ഇനി നോക്കിക്കേ, ഇതിൽ P0A ആണോ PA ആണോ ഗ്രേറ്റർ? P0A ആണോ PA ആണോ ഗ്രേറ്റർ? വേപ്പർ പ്രഷർ ആദ്യത്തെ കണ്ടെയ്നറിലാണോ കൂടുതൽ, അല്ലെ രണ്ടാമത്തെ കണ്ടെയ്നറിലാണോ? വേപ്പർ പ്രഷർ എന്താണ് എന്ന് നിങ്ങൾക്കറിയാം അല്ലേ? പെട്ടെന്ന് തന്നെ നമുക്ക് വേപ്പറായിട്ട് പോകാൻ പറ്റുന്ന സൊല്യൂഷൻസിനെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. വേപ്പർ പ്രഷർ എന്താണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ P0A വേപ്പർ പ്രഷർ കൂടുതൽ, PA വേപ്പർ പ്രഷർ കൂടുതൽ. P0A എന്ന് പറയുമ്പം അവിടെ ഞാനിപ്പോൾ വെള്ളമാണ് എടുത്തതെന്ന് വിചാരിക്കാം. വെള്ളം പെട്ടെന്ന് നീരാവിയായിട്ട് പോകും, ഉറപ്പാണ്, വൊളറ്റൈലാണ്. പക്ഷേ ആ വെള്ളത്തിൻ്റെ കൂടെ കുറച്ച് ഉപ്പും കൂടി ഇട്ടു. അപ്പോൾ അതിന് നീരാവിയായി പോകാനുള്ളൊരു ടെൻഡൻസി എന്തായിരിക്കും? കുറഞ്ഞു പോകും. അപ്പോൾ ഡെഫിനറ്റ്ലി P0A ഈസ് ഗ്രേറ്റർ ദാൻ PA. അവിടുത്തെ ചേഞ്ച് ഇൻ വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് P0A മൈനസ് PA ആണ്. ക്ലിയർ ആയല്ലോ? അത് ക്ലിയർ ആയാൽ ഇനി നമുക്ക് ഡെറിവേഷൻ മുഴുവൻ തീർക്കാം, സിമ്പിളായിട്ട് തീർക്കാം. എങ്ങനെയാണ് ഡെറിവേഷൻ മുഴുവൻ തീർക്കാൻ പോകുന്നത്? ഇതൊക്കെ ഞാനൊന്ന് മായ്ക്കുവാണേ. ഓക്കെ, ഇവിടെ നോക്കിക്കേ, ഈ ഇക്വേഷൻ നോക്കിക്കേ. P0A നമുക്ക് കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ എന്താണ്? എന്തിൻ്റെയാണ്? M2 മോളാർ മാസ് ഓഫ് സോല്യൂട്ട് ആണ്. അത് കണ്ടുപിടിക്കാനുള്ള ഡയറക്റ്റ് വേ എന്ന് പറയുന്നത് ΔP/P0A. അപ്പം ഞാൻ ΔPനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. P0A മൈനസ് PA/P0A. ക്ലിയർ ആയോ? ഒന്നും നോക്കണ്ട, ഇത് ഞാൻ ഇട്ടുകൊടുത്തൊരു ഇക്വേഷനാണ്. ΔP/P0A. ഈ ΔP എന്താണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു തന്നു. ഞാൻ വെള്ളം എടുത്തു, അതിൻ്റെ വേപ്പർ പ്രഷർ കൂടുതലായിരിക്കും. ഞാൻ വെള്ളത്തിൽ കുറച്ച് ഉപ്പിട്ടു, വേപ്പർ പ്രഷർ കുറഞ്ഞു പോകും. രണ്ടാമത്തെ കണ്ടെയ്നർ എന്ന് പറഞ്ഞാൽ ഞാൻ എന്തെങ്കിലും ഒരു സബ്സ്റ്റൻസ് എക്സ്ട്രാ ആഡ് ചെയ്തത്. അപ്പോൾ P0A ഈസ് ഗ്രേറ്റർ ദാൻ PA. അതുകൊണ്ട് തന്നെ ചേഞ്ച് ഇൻ വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് P0A മൈനസ് PA. അത് ഞാൻ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ΔP/P0A എന്തായിട്ട് മാറും? P0A മൈനസ് PA/P0A. ഇത് എന്തിന് ഈക്വലാന്നാണ് പറയുന്നത്? മോൾ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് സബ്സ്റ്റൻസ് അല്ലെങ്കിൽ സോല്യൂട്ട്. ഈ മോൾ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് സബ്സ്റ്റൻസ് എന്ന് വെച്ചാൽ എന്താണ്? നമ്പർ ഓഫ് മോൾസ് ഓഫ് സെക്കൻഡ് സബ്സ്റ്റൻസ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ്, N1/M2. ക്ലിയർ ആണോ? ഇത്രയും ക്ലിയർ ആണോ? അങ്ങനെയാണെങ്കിൽ ഞാൻ ഇതൊരു ഡൈല്യൂട്ട് സൊല്യൂഷനാണ് കൺസിഡർ ചെയ്യുക. ഡൈല്യൂട്ട് സൊല്യൂഷൻ എന്ന് വെച്ചാൽ എന്താണ്? അതിലെ സോല്യൂട്ട് പാർട്ടിക്കിൾസ് വളരെ 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 കുറവായിരിക്കും ഡൈല്യൂട്ട് സൊല്യൂഷൻ്റെ കേസിൽ. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇവിടെ ഉള്ള ഈ N2 കണ്ടോ നിങ്ങൾ? ഈ N2 ഞാൻ ഇപ്പോൾ മാർക്ക് ചെയ്തിട്ടുള്ള ആ N2 എനിക്ക് ഒഴിവാക്കാൻ പറ്റും. എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പെട്ടെന്ന് തന്നെ ഒഴിവാക്കുന്നത്? ഇതൊരു ഡൈല്യൂട്ട് സൊല്യൂഷനാണെന്നുള്ളത് ഞാൻ കൺസിഡർ ചെയ്തു. ഡൈല്യൂട്ട് സൊല്യൂഷനിൽ നമ്പർ ഓഫ് സോല്യൂട്ട് പാർട്ടിക്കിൾസ് വളരെ കുറവായിരിക്കും. അപ്പോൾ ഞാൻ ഡിനോമിനേറ്ററിലുള്ള എന്ത് ചെയ്തു? N2നെ അങ്ങ് തട്ടിക്കളഞ്ഞു. അപ്പോൾ എനിക്ക് എങ്ങനെ ഇക്വേഷൻ കിട്ടി? P0A minus PA/P0A equal to N2/N1. അപ്പോൾ നോക്കിക്കേ, N2 എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് മോൾസ് ഓഫ് സോല്യൂട്ട്. അതെങ്ങനെ കണ്ടുപിടിക്കാം? ഗിവൺ മാസ് ബൈ മോളാർ മാസ് ചെയ്താൽ മതി. അപ്പോൾ എനിക്ക് ഈ ഇക്വേഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്യണം. N2 എന്നതിനെ ഞാൻ എന്താക്കി മാറ്റി? W2/M2 എന്നാക്കി മാറ്റി. ഗിവൺ മാസ് ബൈ മോളാർ മാസ് ഇൻടു N1 എന്ന് പറഞ്ഞാൽ എന്താണ്? W1/M1. ആ M1നെ ഞാൻ നേരെ മുകളിലോട്ടേക്ക് ഇട്ടു. അപ്പോൾ M1/W1 എന്നായി മാറി. അതൊക്കെ ബേസിക് കാൽക്കുലേഷനാണ്, നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒന്നും കൂടി പറഞ്ഞുതരാം. N2 എന്ന് പറഞ്ഞാൽ W2/M2 ആണ്. ഹോൾ ഡിവൈഡഡ് ബൈ N1 എന്ന് പറയുന്നത് W1/M1 ആണ്. ഈ രണ്ട് കോമ്പണൻറ്റിനെയും ഞാൻ മേലോട്ടേക്ക് തല തിരിച്ചിടുകയാണ് ചെയ്യുന്നത്.
ഇതൊന്നും ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് അറിയാം. ഓക്കെ, അപ്പോൾ എന്തായിട്ട് മാറി? ഡെൽറ്റ പി ബൈ പി നോട്ട് എ എന്തായിട്ട് മാറി? W2 ബൈ M2 ഇൻറ്റു M1 ബൈ W1 എന്നായിട്ട് മാറി. ഡെൽറ്റ പി ബൈ പി നോട്ട് എ, ഡെൽറ്റ പി ബൈ പി നോട്ട് എ ഈക്വൽ ടു ഈ ഒരു ഇക്വേഷനിലേക്ക് മാറി. ഏത് ഇക്വേഷൻ? ഈ ഒരു ഇക്വേഷൻ. ഞാൻ മേലത്തെ ഇക്വേഷൻ വായിക്കട്ടെ. ഇനി അതിൽ നിന്ന് M2 ആണല്ലേ നമുക്ക് കാണണ്ടേ? M2ൻ്റെ ഇക്വേഷൻ അവിടെ തന്നെ ഉണ്ടല്ലോ. M2നെ ഞാൻ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് എടുക്കുകയാണ്. M2 എന്ന് പറയുന്നത് എന്താണ്? പി നോട്ട് എ ഇൻറ്റു W2 ഇൻറ്റു M1 ഹോൾ ഡിവൈഡഡ് ബൈ ഡെൽറ്റ പി ഇൻറ്റു W1, ഡെൽറ്റ പി ഇൻറ്റു W1. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? M2. യെസ്, M2. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഡെറിവേഷൻ വരുന്നത്. ഓക്കെ, റിലേറ്റീവ് ലോവറിങ് ഓഫ് വേപ്പർ പ്രഷർ. അതുവഴി നമ്മൾ വേപ്പർ പ്രഷർ രണ്ട് കണ്ടെയ്നറിൽ രണ്ട് കേസസിൽ വേപ്പർ പ്രഷർ കണ്ടു, ഏതാണ് കൂടുതൽ ഏതാണ് കുറവ് എന്നുള്ളത്. അടുത്ത ചേഞ്ച് ഇൻ വേപ്പർ പ്രഷർ കണ്ടു. ചേഞ്ച് ഇൻ വേപ്പർ പ്രഷർ ഡിവൈഡഡ് ബൈ പി നോട്ട് എ ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് equation will be equal to the mole fraction of solute. Mole fraction of solute എന്ന് പറഞ്ഞാൽ N2 by N1 plus N2. N1 plus N2ൻ്റെ ഡിനോമിനേറ്റർ കേസിൽ നമ്മൾ ഡൈല്യൂട്ട് സൊല്യൂഷൻ ആയതുകൊണ്ട് അതിൽ സോളിഡ് പാർട്ടിക്കിൾസിൻ്റെ എണ്ണം വളരെ കുറവായതുകൊണ്ട് N2നെ തട്ടിക്കളഞ്ഞു. എന്നിട്ട് എന്ത് ചെയ്തു? N2 by N1 എന്ന രീതിയിലേക്ക് മാറ്റി. അതാണ് ഈ കാണുന്ന ഇക്വേഷൻ. ഏത് കാണുന്ന? സെക്കൻഡിൽ കാണുന്ന ഇക്വേഷൻ. ഇവിടെ 3 സ്റ്റെപ്പിൽ ചെയ്തത് നമ്മളൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. എങ്ങനെയാണ് അത് വരുന്നതെന്ന് നിങ്ങൾ അറിയണമല്ലോ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? N2ന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു, N1ന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു, ലാസ്റ്റ് അതിൽ നിന്ന് M2 കണ്ടുപിടിച്ചു. ദാറ്റ്സ് ഓൾ. മോളാർ മാസ് ഓഫ് സോല്യൂട്ട്. ഇത് വെച്ച് നമുക്കൊരു പ്രോബ്ലം ചെയ്താലോ? നിങ്ങളുടെ NCERTയിൽ തന്നെ ഉള്ള പ്രോബ്ലം ആണ് കേട്ടോ. വേപ്പർ പ്രഷർ ഓഫ് പ്യോർ ബെൻസീൻ അറ്റ് എ സർട്ടൺ ടെമ്പറേച്ചർ ഇസ് 0.850 ബാർ. അപ്പോൾ ബാർ എന്ന് പറയുന്നത് പ്രഷറിനെ ഡിനോട്ട് ചെയ്യാനുള്ള ഒരു യൂണിറ്റ് ആണ്. വേപ്പർ പ്രഷർ ഓഫ് പ്യോർ ബെൻസിൻ, പ്യോർ ബെൻസിൻ്റെയാണ് തന്നിട്ടുള്ളത്. അപ്പോൾ പി നോട്ട് എ എന്ന് പറയുന്നത് എന്താണ്? 0.850. നോൺ വോളറ്റൈൽ non-electrolyte solid weighing 0.5 gram when added to 39 gram of benzene. 0.5 gram of എന്താണ് ആഡ് ചെയ്യുന്നത്? നോൺ വോളറ്റൈൽ സോളിഡ് വെയിങ് 0.5 gram. 0.5 gram എന്തിലേക്കാണ് ആഡ്? 0.5 gram എന്ന് വെച്ചാൽ എന്താണ്? W2 ആണ് എന്ത്? 0.5. അത് ആഡ് ചെയ്യാണ്. സോല്യൂട്ട് സോൾവെൻറ്റിലേക്ക് ആഡ് ചെയ്യാണ്. സോൾവെൻ്റ് ആരാ വരുന്നത്? ബെൻസീൻ ആണ് വരുന്നത്. ബെൻസീനിൻ്റെ ഗിവൺ മാസ് എത്രയാണ്? 39 gram ആണ്. അപ്പോൾ W1 എന്ന് പറയുന്നത് 39 grams ആണ്. ഓക്കെ, മോളാർ മാസ് ഓഫ് ബെൻസീൻ തന്നിട്ടുണ്ട് M1, ദാറ്റ് ഈസ് ഈക്വൽ ടു 78. ഒപ്പം നമുക്ക് തന്നിട്ടുള്ളത് വേപ്പർ പ്രഷർ ഓഫ് ദ സൊല്യൂഷൻ്റെ വേപ്പർ പ്രഷർ PA എന്ന് പറയുന്നത് 0.845 ആണ് എന്നാണ്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഇസ് എ മോളാർ മാസ് ഓഫ് ദ സോളിഡ് സബ്സ്റ്റൻസ്? ഒന്നുമില്ല, ഈ കണ്ടുപിടിച്ച ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താൽ മതി. നമുക്ക് എന്തൊക്കെ കിട്ടിയിട്ടുണ്ട്? പി നോട്ട് എ കിട്ടിയിട്ടുണ്ട്. പിന്നെ നമുക്ക് W2 M1 വേണം. W2ഉം M1ഉം ഉണ്ട്. പിന്നെ എന്താ ഉള്ളത്? ഡെൽറ്റ പി വേണം. ഡെൽറ്റ പി നമ്മൾ കണ്ടുപിടിക്കും. W1 ഉണ്ടോ? W1 ഉണ്ട്. കഴിഞ്ഞു, ഒക്കെ കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യണം? ഡെൽറ്റ പി കാണണം. ഡെൽറ്റ പി എങ്ങനെ കാണുക? ഡെൽറ്റ പി ഈക്വൽ ടു പി നോട്ട് എ മൈനസ് പി എ, ദാറ്റ് ഇസ് 0.85 മൈനസ് 0.845. ഇതിൻ്റെ ആൻസർ നിങ്ങൾ കണ്ടുപിടിക്കുക, എന്താണ് ഡെൽറ്റ പി എന്നുള്ളത്. എന്നിട്ട് ഡയറക്റ്റ്ലി എന്ത് ചെയ്യണം? ഇതിൽ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ആൻസർ ഷുഡ് ബി ഇൻ ദ യൂണിറ്റ് ഓഫ് ഗ്രാം പെർ മോൾ. ഗ്രാം പെർ മോൾ. ക്ലിയർ ആയല്ലോ? ഇത്രയും ക്ലിയർ ആയല്ലോ? മാമിൻ്റെ കയ്യിൽ ഇപ്പം എന്തില്ല? കാൽക്കുലേറ്റർ ഇല്ല, ആകെയുള്ളതൊരു ഫോണാണ്. ഫോണിലാണെങ്കിൽ ഇത്തരം പെർഫെക്റ്റ് കാൽക്കുലേഷൻസ് ചെയ്യേണ്ട എന്ന് വിചാരിച്ചിട്ടാണ്. സയൻറ്റിഫിക് കാൽക്കുലേറ്റർ ഉണ്ടെങ്കിൽ അതിൽ ഭയങ്കര ആക്യുറേറ്റ് ആയിട്ട് കാര്യങ്ങളൊക്കെ കിട്ടും. പവറൊക്കെ ഉണ്ടെങ്കിൽ അത് വളരെ ആക്യുറേറ്റ് ആയിട്ട് കിട്ടും. ഇതെനിക്ക് ചെയ്യാവുന്നേ ഉള്ളൂ ഫോണിൽ. ഞാൻ ചെയ്യണോ? നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതൊക്കെ ഞാൻ വഴിയൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇക്വേഷൻ അറിയാം. ഡെൽറ്റ പി മാത്രമാണ് നിങ്ങൾക്ക് ഇവിടെ കാണേണ്ടതുള്ളത്. ബാക്കിയെല്ലാം ക്വസ്റ്റ്യനിൽ തന്നെ ഗിവൺ ആണ്. അടുത്തത് എലവേഷൻ ഓഫ് ബോയിലിംഗ് പോയിൻറ്റ്. ഞാൻ ഇതേപോലെ തന്നെ നേരത്തെ അതേ കണ്ടീഷനിൽ നമ്മൾ ഒരു കണ്ടീഷൻ മാറ്റുന്നില്ല. 2 കണ്ടെയ്നർ എടുക്കുന്നു. എന്നിട്ട് ആദ്യത്തെ കണ്ടെയ്നറിൽ ഒരു സബ്സ്റ്റൻസ് എ ഒഴിക്കുന്നു. അതിൻ്റെ ടെമ്പറേച്ചർ, പ്യോർ കോമ്പണൻറ്റിൻ്റെ ടെമ്പറേച്ചർ, ബോയിലിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത് T0B ആക്കിയെടുക്കുന്നു. ബോയിലിംഗ് ടെമ്പറേച്ചർ എന്താക്കിയെടുക്കുന്നു? T0B ആക്കിയെടുക്കുന്നു, പ്യോർ കോമ്പണൻറ്റിൻ്റെ. ഇനി ഞാൻ രണ്ടാമത്തേലേക്ക് കുറച്ച് നേരത്തെ അതേ കോമ്പണൻറ്റും പുതിയ എന്തെങ്കിലും കോമ്പണൻറ്റും ആഡ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ബോയിലിംഗ് പോയിൻ്റ് എന്തായിട്ട് മാറും? TB ആയിട്ട് മാറും അല്ലേ?
നേരത്തെ കേസ് വെച്ച് തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് ടി ബി ആയിട്ട് മാറും. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ആദ്യത്തേനാണോ ബോയിലിംഗ് പോയിന്റ് കൂടുക, രണ്ടാമത്തേനാണോ ബോയിലിംഗ് പോയിന്റ് കൂടുക? ബോയിലിംഗ് പോയിന്റ് എന്ന് വെച്ചാൽ എന്താണ്? ബോയിൽ ചെയ്യപ്പെടാനുള്ള ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചർ. എന്താണ് ബോയിലിംഗ് പോയിന്റ്? ഏതിനായിരിക്കും കൂടുതൽ? ടി ബി ആണോ ടി നോട്ട് ബി ആണോ? ഞാനൊരു സബ്സ്റ്റൻസ് കൂടുതൽ ആഡ് ചെയ്തപ്പം അത് ബോയിൽ ചെയ്യാനുള്ള പെർട്ടിക്കുലർ ടെമ്പറേച്ചർ കൂടുകയോ കുറയോ? ഉറപ്പായിട്ടും ടി നോട്ട് ബി ടി ബിനേക്കാളും കുറവായിരിക്കും അല്ലേ? ആണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയാണ് വരിക, ടി നോട്ട് ബി ലെസ് ദാൻ ടി ബി. അപ്പോൾ അവിടുത്തെ ഡെൽറ്റ ടി ബി എങ്ങനെയാണ് കാണുക? ഡെൽറ്റ ടി ബിൻ്റെ ഇക്വേഷൻ ഇവിടെ എഴുതിയിട്ടുണ്ട്, ടി ബി മൈനസ് ടി നോട്ട് ബി. ഈ ഡെൽറ്റ ടി ബി എന്തിന് പ്രൊപ്പോർഷണലാണ് എന്നാണ് പറയുന്നത്? മൊളാലിറ്റിക്ക് പ്രൊപ്പോർഷണലാണ്. അപ്പോൾ നമ്മുടെ ഡെൽറ്റ ടി ബി, ദാറ്റ് ഇസ് ചേഞ്ച് ഇൻ ബോയിലിംഗ് പോയിന്റ്, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മൊളാലിറ്റി. അപ്പോൾ ഈ പ്രൊപ്പോർഷണാലിറ്റി ഒന്ന് ഒഴിവാക്കാനായിട്ട് ഡെൽറ്റ ടി ബി ഈക്വൽ ടു കെ ബി ഇൻറ്റു എം. എന്താണ് കെ ബി ഇൻറ്റു എം? ഡെൽറ്റ ടി ബി എന്തിനാണ് ഈക്വൽ ആയിട്ട് മാറുന്നത്? കെ ബി ഇൻറ്റു എം. ഞാൻ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ് കൊടുക്കുവാണ്. ആരാണ്? കെ ബി. കെ ബി എന്ന പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റിൻ്റെ പേരാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്, മോളാൽ എലവേഷൻ കോൺസ്റ്റൻറ്റ്. മോളാൽ എലവേഷൻ കോൺസ്റ്റൻറ്റ്. അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. നമ്മളിപ്പോൾ ഡെറിവേഷൻ സൈഡ് മാത്രമാണ് നോക്കുന്നത്. ഇനി എന്ത് ചെയ്യണം? മൊളാലിറ്റീൻ്റെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. കഴിഞ്ഞു, കാര്യം കഴിഞ്ഞു, അത്രയേ ഉള്ളൂ. മൊളാലിറ്റീൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? അപ്പോൾ ഡെൽറ്റ ടി ബി എന്തായിട്ട് മാറും? ഡെൽറ്റ ടി ബി ഈക്വൽ ടു കെ ബി ഇൻറ്റു മൊളാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? നമ്പർ ഓഫ് സോല്യൂട്ട് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് സോൾവെൻറ്റ് ഇൻ കിലോഗ്രാംസ്. അപ്പോൾ നമ്പർ ഓഫ് സോല്യൂട്ട് എന്താണ്? സോല്യൂട്ട് N2 W2 ബൈ M2 ഇൻറ്റു W1. ഇവിടെ മേലെ നമ്മൾ 1000 എന്ന് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. ഇതിന്ന് നമുക്ക് M2ൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാം. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടോ? M2ൻ്റെ ഇക്വേഷൻ എന്താണ്? ജസ്റ്റ് റീഅറേഞ്ച് ചെയ്താൽ മതി. മാം ഇപ്പോൾ എഴുതിയത് എന്താണ്? ഡെൽറ്റ ടി ബിൻ്റെ ഇക്വേഷനാണ്. അതിന്ന് M2 കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഡെൽറ്റ ടി ബിനെ താഴോട്ടേക്ക് എടുത്താൽ മതി. ഈ ഇക്വേഷൻ ക്ലിയർ ആണോ? ഈ ഡെറിവേഷൻ ക്ലിയർ ആണോ? ഒന്നുകൂടി പറഞ്ഞുതരാം. നമുക്ക് 2 കണ്ടെയ്നർ എടുക്കുക. അതിൽ ഒരു കണ്ടെയ്നറിലേക്ക് ഞാൻ പ്യുവർ ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസ് ആഡ് ചെയ്യുക. അതിൻ്റെ ബോയിലിംഗ് പോയിന്റ് ടി നോട്ട് ബി ആയിരിക്കും. രണ്ടാമത് ഞാൻ എടുത്ത കണ്ടെയ്നർ ഇവിടെ ഉണ്ട്. അത് ഞാൻ പ്യുവർ ആയിട്ടുള്ള സബ്സ്റ്റൻസിൻ്റെ കൂടെ ഞാൻ വേറെ എന്തെങ്കിലും ഒന്ന് ചേർത്തതാണ്. അപ്പോൾ 2 എണ്ണം വന്നു, 2 കോമ്പണൻസ് വന്നു അല്ലേ? ഈ 2 കോമ്പണൻസ് വന്നാൽ അതിൻ്റെ ബോയിലിംഗ് പോയിന്റ് ടി നോട്ട് ബിയിൽ നിന്ന് ടി ബി ആയിട്ട് മാറും. ഒരു പ്യുവർ ആയിട്ടുള്ള സബ്സ്റ്റൻസിനെ ബോയിൽ ചെയ്യാൻ എടുക്കുന്ന ടെമ്പറേച്ചറിനേക്കാൾ കൂടുതൽ എന്തിനു വേണം? ഒരു 2 സബ്സ്റ്റൻസ് ചേർന്ന ഒരു മിക്സ്ചറിനെ ബോയിൽ ചെയ്യിപ്പിക്കാനുള്ള ടെമ്പറേച്ചർ. അപ്പോൾ ടി നോട്ട് ബി ഈസ് ലെസ് ദാൻ ടി ബി. സോ ഡെൽറ്റ ടി ബി ഈക്വൽ ടു ടി ബി മൈനസ് ടി നോട്ട് ബി. ഡെൽറ്റ ടി ബി ഈക്വൽ ടു ടി ബി മൈനസ് ടി നോട്ട് ബി. ഡെൽറ്റ ടി ബി എന്ന് പറയുന്നത് മൊളാലിറ്റിക്ക് പ്രൊപ്പോർഷണൽ ആണ്. അപ്പോൾ ഡെൽറ്റ ടി ബി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്മോൾ എം. ഡെൽറ്റ ടി ബി ഈക്വൽ ടു കെ ബി ഇൻറ്റു എം എന്ന് വരും. പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ് കെ ബി ആണ് കൊടുക്കുന്നത്. കെ ബി ഇസ് എ മൊളാൽ എലവേഷൻ കോൺസ്റ്റൻറ്റ്. അപ്പോൾ ഞാൻ എമ്മിൻ്റെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. നമ്പർ ഓഫ് മോൾസ് ഓഫ് സോല്യൂട്ട് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് സോൾവെൻറ്റ് ഇൻ കിലോഗ്രാം എന്ന ഇക്വേഷൻ. അത് W2 ബൈ M2 ഇൻറ്റു W1 മേലെ 1000 കൊടുക്കാം കിലോഗ്രാംസിൽ. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇത്രയേ ഉള്ളൂ. നമുക്ക് എന്ത് മോളാൽ എലവേഷൻ കോൺസ്റ്റൻറ്റ് യൂസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ കെ ബി യൂസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ഡെൽറ്റ ടി ബി യൂസ് ചെയ്തിട്ട് നമുക്ക് M2 കാണാൻ, മോളാർ മാസ് ഓഫ് സോല്യൂട്ട് കാണാനുള്ള വഴി. ഇതൊക്കെ ഓക്കെ ആണെങ്കിൽ നമുക്ക് അടുത്ത പ്രോബ്ലത്തിലേക്ക് കടന്നാലോ? എന്ത് വെച്ചിട്ടുള്ളതാണ്? എലവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ് വെച്ചിട്ടുള്ള ഒരു പ്രോബ്ലം തന്നെയാണ്. നമുക്ക് നമ്മുടെ ഇക്വേഷൻ അറിയാം. ആ ഇക്വേഷനിൽ നമുക്ക് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി മാത്രം, ബാക്കി കാര്യങ്ങളൊക്കെ. ദ ബോയിലിംഗ് പോയിന്റ് ഓഫ് ബെൻസീൻ ഇസ് 353.23 കെൽവിൻ എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, ബോയിലിംഗ് പോയിന്റ് ഓഫ് ബെൻസീൻ ആണ് നമുക്ക് തന്നിട്ടുള്ളത്. വെൻ 1.80 gram ഓഫ് എ നോൺ വോളറ്റൈൽ സോല്യൂട്ട് വാസ് ഡിസോൾവ്ഡ്. ഓക്കെ, നോൺ വോളറ്റൈൽ സോല്യൂട്ടിൻ്റെ നമുക്ക് തന്നിട്ടുണ്ട് W2 ഈക്വൽ ടു 1.80 ഡിസോൾവ്ഡ് ഇൻ 90 gram ഓഫ് ബെൻസീൻ. W1 90. The boiling point is raised to 354.11. ഓക്കെ, അപ്പോൾ ആദ്യം എന്താണ്? ടി നോട്ട് ബി തന്നിട്ടുണ്ട്. ടി നോട്ട് ബി തന്നിട്ടുണ്ട് 353.23 കെൽവിൻ. ടി ബി തന്നിട്ടുണ്ട്. ടി ബി എന്താ? സൊല്യൂഷൻ്റെ ടെമ്പറേച്ചർ, ബോയിലിംഗ് ടെമ്പറേച്ചർ 354.11. 354.11. ഇനി എന്താണ് തന്നിട്ടുള്ളത്? കാൽക്കുലേറ്റ് മോളാർ മാസ് ഓഫ് സോല്യൂട്ട് കെ ബി ഫോർ ബെൻസീൻ. ഓക്കെ, മോളാർ എലവേഷൻ കോൺസ്റ്റൻറ്റ് നമുക്ക് തന്നിട്ടുണ്ട് കെ ബി ഈക്വൽ ടു 2.53. ഇനി നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ഇക്വേഷൻ ഒന്ന് നോക്കിയേ. മോളാർ എലിവേഷൻ കോൺസ്റ്റൻറ്റ് യൂസ് ചെയ്തിട്ട് മോളാർ മാസ് ഓഫ് സോല്യൂട്ട് കാണേണ്ട രീതി, ആ ഇക്വേഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. 1000 ഇൻറ്റു W2 തന്നിട്ടില്ലേ? ഇതാ
കെ ബി തന്നിട്ടില്ലേ, ഇതാ ഡെൽറ്റ ടി ബി നമുക്ക് ഇത് വെച്ച് കണ്ടുപിടിക്കാം. എന്ത് ചെയ്താൽ മതി, ടി ബി മൈനസ് ടി നോട്ട് ബി ചെയ്താൽ മതി. W1 തന്നിട്ടുണ്ട്, W1 തന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും വാല്യൂസ് ഒക്കെ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഡെൽറ്റ ടി ബിയും കൂടി കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫൈനലി എന്ത് ചെയ്യാം, മോളാർ മാസ് ഓഫ് സോല്യൂട്ട് കണ്ടുപിടിക്കാം. ഇതും NCERTയിലെ പ്രോബ്ലം തന്നെയാണ്. സ്ട്രേറ്റ് ഫോർവേഡ് ആയ ക്വസ്റ്റ്യൻസ് തന്നെയാണ് കൂടുതലും അതിലുള്ളത്. ഇനി അടുത്തത് ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ്. ഇനി 2 ക്വാളിറ്റേറ്റീവ് പ്രോപ്പർട്ടീസും കൂടി നമുക്ക് പഠിക്കാനുള്ളൂ. അതും കൂടി കഴിഞ്ഞാൽ ചാപ്റ്റർ കഴിഞ്ഞു. ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ്. എന്താണ് ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റിൽ പറഞ്ഞിട്ടുള്ളത്? ഒന്നുമില്ല, ഞാൻ 2 കണ്ടെയ്നർ എടുക്കുന്നു. എപ്പോഴും നമ്മളുടെ കണ്ടെയ്നറെ വിട്ട് നമ്മൾക്കൊരു കളിയുമില്ല. കാരണം ഈ 2 കണ്ടെയ്നേഴ്സ് വെച്ച് നമുക്ക് കാര്യങ്ങൾ പെട്ടെന്ന് കൺവേ ചെയ്യാം. ഞാൻ പ്യുവറായിട്ടുള്ള എന്തെങ്കിലും ഒരു സബ്സ്റ്റൻസ് എടുക്കുന്നു. അപ്പോൾ അതിൻ്റെ ഫ്രീസിംഗ് പോയിന്റ് T0F ആണെങ്കിൽ ഞാൻ ഈ എ എന്ന സബ്സ്റ്റൻസിലേക്ക് വേറെ എന്തെങ്കിലും കൂട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഫ്രീസിംഗ് പോയിന്റ് TF ആണ്. ഓക്കെ, അപ്പോൾ പ്യുവർ ആയിട്ടുള്ളൊരു സബ്സ്റ്റൻസിനെ ഫ്രീസ് ചെയ്യാൻ, ഫ്രീസിംഗ് പോയിന്റ് എന്ന് വെച്ചാൽ എന്താ, ഫ്രീസ് ചെയ്യാനുള്ള ഒരു ടെമ്പറേച്ചറാണ്, പെർട്ടിക്കുലർ ടെമ്പറേച്ചറാണ്. അപ്പോൾ പ്യുവർ ആയിട്ടുള്ളൊരു സബ്സ്റ്റൻസിനെ ഫ്രീസ് ചെയ്യാനാണോ 2 ആഡ് ചെയ്തിട്ടുള്ള ഒരു സബ്സ്റ്റൻസിനെ ഫ്രീസ് ചെയ്യാനാണോ ഏറ്റവും എളുപ്പം? ഒബ്വിയസ്ലി എന്താണ്, T0F ആയിരിക്കും കൂടുതൽ, അല്ലേ? ആയിരിക്കും. ഫ്രീസ് ചെയ്യാനുള്ള ടെമ്പറേച്ചർ എപ്പോഴും പ്യുവർ ആയിട്ടുള്ള സബ്സ്റ്റൻസിനായിരിക്കും കൂടുതലുണ്ടാവുക. അപ്പം ഇത് പ്രകാരം T0F ഇസ് ഗ്രേറ്റർ ദാൻ TF. അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഡെൽറ്റ TF എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ ഫ്രീസിംഗ് പോയിന്റ് എന്ന് പറയുന്നത്, ഫ്രീസിംഗ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് T0F മൈനസ് TF. ഇനി നേരത്തെ അതേ സ്റ്റെപ്സ് തന്നെ ഫോളോ ചെയ്യുക. എന്താണ്, ഡെൽറ്റ TF ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മൊളാരിറ്റി. നമുക്കിതൊക്കെ ഒന്ന് വായിച്ചാലോ. ഡെൽറ്റ TF ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മൊളാലിറ്റി ആൻഡ് ഒബ്വിയസ്ലി ഡെൽറ്റ TFൻ്റെ പ്രൊപ്പോർഷണാലിറ്റി മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് KF എന്നൊരു പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ് കൊടുക്കാം. ദാറ്റ് ഈസ് എന്താണ് KF, എന്താണ് ഫ്രീസിംഗ് പോയിന്റ്, കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ഫ്രീസിംഗ് പോയിന്റ് ആണ്. നമ്മൾ നേരത്തെ മോളാൽ എലിവേഷൻ കോൺസ്റ്റൻറ്റ് പറഞ്ഞ പോലെ തന്നെ അവിടെ KB ആയിരുന്നു, അത് ബോയിലിംഗ് പോയിൻറ്റിൻ്റെ കേസിലായിരുന്നു യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് ഫ്രീസിംഗ് പോയിൻറ്റിൻ്റെ കേസിൽ KF × M ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഡെൽറ്റ TFനെ KF ഇൻറ്റു മൊളാലിറ്റിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു, W2/M2 × W1 × 1000. ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, M2 കാണാം. M2 കണ്ടുവച്ചിട്ടുള്ള ഇക്വേഷൻ ഞാനിവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, M2 എന്ന് പറയുന്നത് ജസ്റ്റ് ഒന്ന് റീഅറേഞ്ച് ചെയ്യുക. ഡെൽറ്റ TFനെ താഴോട്ടേക്ക് എടുക്കുക, M2നെ മേലോട്ടേക്ക് എടുക്കുക. അപ്പോൾ നമുക്ക് എന്തായി കിട്ടി, M2ൻ്റെ ഇക്വേഷൻ കിട്ടി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കൊരു പ്രോബ്ലം ചെയ്താലോ. പ്രോബ്ലം ഒരുപാട് പ്രോബ്ലംസ് വരുന്നുണ്ട്. ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു 8-10 ക്വസ്റ്റ്യൻസ് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ NCERTയിലെ ഒരു പ്രോബ്ലം തന്നെ നമുക്കൊന്ന് നോക്കാം. അത് ഞാൻ ഈ PDF കൊടുത്തിട്ടില്ല. നിങ്ങൾ എന്തായാലും നിങ്ങളുടെ കയ്യിലുള്ള NCERT ഉണ്ടെങ്കിൽ കയ്യിലെടുക്കുക. നിങ്ങൾ PDF ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതെടുക്കുക. ഓക്കെ, ക്വസ്റ്റ്യൻ വരുന്നത് എക്സാമ്പിൾ 1.10 എന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഞാനൊന്ന് റീഡ് ഔട്ട് ചെയ്യാം ക്വസ്റ്റ്യന്. അതിൻ്റെ വാല്യൂസും നമുക്കൊന്ന് ഇവിടെ നോട്ട് ചെയ്ത് വെക്കാം. എന്തൊക്കെയാണ് ക്വസ്റ്റ്യനിൽ തരുന്ന വാല്യൂസ്, എന്തൊക്കെയാണ് കണ്ടുപിടിക്കാനുള്ളത് എന്നൊക്കെ നമുക്കൊന്ന് നോക്കാം. ഞാൻ PDF നമ്മുടെ ഈ യൂസ് ചെയ്യുന്ന പ്രസൻറ്റേഷനിൽ അത് ക്വസ്റ്റ്യൻ കൊടുത്തിട്ടില്ല. സോ എല്ലാവരും ഒന്ന് ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് കേൾക്കുക. 1 gram ഓഫ് എ നോൺ ഇലക്ട്രോലൈറ്റ് സോല്യൂട്ട് ഡിസോൾവ്ഡ് ഇൻ 50 gram ഓഫ് ബെൻസീൻ. എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? നോൺ ഇലക്ട്രോലൈറ്റ് സോല്യൂട്ട് 1 gram ആണുള്ളത്. അതായത് W2 എന്ന് പറയുന്നത് 1 gram ആണ്. ഡിസോൾവ്ഡ് ഇൻ 50 gram ഓഫ് ബെൻസീൻ, W1 എന്ന് പറയുന്നത് 50 gram ആണ്. ലോവേർഡ് ദ ഫ്രീസിംഗ് പോയിന്റ് ഓഫ് എ ബെൻസീൻ ബൈ 0.40 Kelvin. അപ്പോൾ നമുക്ക് എന്താണ് അവിടുത്തെ ഡെൽറ്റ TF തന്നിട്ടുണ്ട്. ഡെൽറ്റ TF എന്ന് പറയുന്നത് 0.40 Kelvin ആണ്. ലോവേർഡ് ദ ഫ്രീസിംഗ് പോയിന്റ് ഓഫ് ബെൻസീൻ ബൈ ഇത്രേ. അതായത് ബെൻസീൻ എന്നൊരു പ്യുവർ സബ്സ്റ്റൻസിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, ഒരു നോൺ ഇലക്ട്രോലൈറ്റ് ആഡ് ചെയ്ത്, ഒരു സോല്യൂട്ട് ആഡ് ചെയ്തപ്പം അവിടെ എന്താണ് ഫ്രീസിംഗ് പോയിന്റിൽ കുറവാണ് സംഭവിക്കുന്നതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. T0F ഇസ് ഗ്രേറ്റർ ദാൻ TF. അപ്പോൾ അവിടെ സംഭവിച്ച ഡെൽറ്റ TF ആണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. ദ ഫ്രീസിംഗ് പോയിന്റ് ഡിപ്രഷൻ കോൺസ്റ്റൻറ്റ് ഓഫ് ബെൻസീൻ ഇസ് 5.12. എന്താണ് KF ഫ്രീസിംഗ് പോയിന്റിൻ്റെ കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്നത് 5.12. അങ്ങനെയാണെങ്കിൽ മോളാർ മാസ് ഓഫ് സോല്യൂട്ട് കാണാനാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, മോളാർ മാസ് ഓഫ് ഇനി നമുക്ക് വേറെ എന്തെങ്കിലും വാല്യൂസ് കിട്ടാനുണ്ടോ ഇതിൽ? ഇല്ല, വേറെ ഒന്നും കിട്ടാനില്ല. എല്ലാം കിട്ടി കഴിഞ്ഞു അല്ലേ? കിട്ടിയില്ലേ? കിട്ടി. അപ്പോൾ നമുക്ക് സോല്യൂട്ടിൻ്റെ മാസ് തന്നിട്ടുണ്ട്, സോൾവെൻറ്റിൻ്റെ മാസ് തന്നിട്ടുണ്ട്, ഗിവൺ മാസ്, ചേഞ്ച് ഇൻ ഫ്രീസിംഗ് പോയിന്റ് തന്നിട്ടുണ്ട്, ആൻഡ് ഓൾസോ
കോൺസ്റ്റൻറ്റ് ഫ്രീസിങ് കോൺസ്റ്റൻറ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ ആ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, M2 കാണാം. ഓക്കെ, അടുത്ത നമ്മുടെ ഫോർത്ത് കോളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് എന്തായിരുന്നു? ഓസ്മോസിസ് അല്ലെങ്കിൽ ഓസ്മോട്ടിക് പ്രഷർ. അത് നമുക്കൊന്ന് എഴുതിയാലോ. ഓസ്മോസിസ്. ഞാൻ എഴുതുന്നത് നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടോ? ഒന്ന് ക്ലിയർ ആക്കി വൃത്തിയിൽ എഴുതാം. ഓസ്മോസിസ്. എന്താണ് ഓസ്മോസിസ്? എന്താണ് നിങ്ങൾ ബയോളജിയിലൊക്കെ +1 ബയോളജിയിലൊക്കെ കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ടാവും ഓസ്മോസിസ് എന്താണ്. കെമിസ്ട്രിയിൽ തന്നെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും ഓസ്മോസിസ് എന്താണ്. ഒരു സൊല്യൂഷൻ, ഒരു കണ്ടെയ്നർ എടുക്കുക. ഈ കണ്ടെയ്നറിനെ ഞാനൊരു സെമി പെർമിയബിൾ മെംബ്രെയിൻ വെച്ച് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എന്താണ് സെമി പെർമിയബിൾ മെംബ്രെയിൻ എന്ന് പറഞ്ഞാൽ? ചില പാർട്ടിക്കിൾസിനെ മാത്രം സെലക്റ്റീവായിട്ട് കടത്തിവിടുന്ന മെംബ്രെയിനെയാണ് നമ്മൾ സെമി പെർമിയബിൾ മെംബ്രെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, അതിൻ്റെ പെർമിയബിലിറ്റി ചില ആൾക്കാർക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. ചില ആളുകളെ ഫേവർ ചെയ്തുകൊണ്ട് കടത്തിവിടും ഒരു സൈഡിൽ നിന്ന് ഒരു സൈഡിലേക്ക്. ചില ആൾക്കാരെ അത് ബ്ലോക്ക് ചെയ്യും. അങ്ങനത്തെ മെംബ്രെയിൻസിനെയാണ് നമ്മൾ സെമി പെർമിയബിൾ മെംബ്രെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, മുട്ടേൻ്റെ തോടൊക്കെ പോലെ, അതുപോലെ മുട്ടേൻ്റെ തോട് ആ ചെറിയൊരു ലെയർ ഉണ്ടല്ലോ, അതൊക്കെ പോലെ എന്താണ് സെമി പെർമിയബിൾ ആയിട്ടുള്ള മെംബ്രെയിൻസ്. ഈ മെംബ്രെയിൻ വെച്ചിട്ട് ഞാനൊരു ചെറിയ എക്സ്പെരിമെൻറ്റ് നടത്തുക കേട്ടോ. നിങ്ങൾക്ക് ഓസ്മോസിസ് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ഒരേ അളവിൽ രണ്ട് സൈഡിലും സൊല്യൂഷൻ ഉണ്ട്. ഓക്കെ, ഒരേ അളവിലാണ് സൊല്യൂഷൻ ഉള്ളത്. അത് റെഡ് കളർ കൊണ്ട് ഡിപ്പിക്റ്റ് ചെയ്തിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡിൽ സോൾവെൻറ്റിൻ്റെ ഈ സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ സോൾവെൻറ്റും സോല്യൂട്ടും ആണല്ലോ. അപ്പം എന്താണ്, ഇവിടെയും സോൾവെൻറ്റ് ഇത്രയുണ്ട്, ഇവിടെയും സോൾവെൻറ്റ് ഇത്ര ഉണ്ട്. പക്ഷേ ലെഫ്റ്റ് സൈഡിലെ സോല്യൂട്ട് പാർട്ടിക്കിൾസിൻ്റെ എണ്ണം വളരെ കുറവാണ്. 1, 2, 3, 4 സോളിഡ് പാർട്ടിക്കിൾസിലേ ഉള്ളൂ വിചാരിക്കുക. ഇവിടെ 1, 2, 3, 4, 5, 6, 7, 8 എണ്ണം ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, ജസ്റ്റ് ഞാനൊരു റാൻഡം നമ്പർ എടുത്തു എന്നേ ഉള്ളൂ. ലെഫ്റ്റ് സൈഡിൽ സോളിഡ് പാർട്ടിക്കിളിൻ്റെ അളവ് കുറവാണ്, റൈറ്റ് സൈഡിൽ സോളിഡ് പാർട്ടിക്കിളിൻ്റെ അളവ് കൂടുതലാണ്. രണ്ട് സൈഡിലും സോൾവെൻറ്റിൻ്റെ അളവ് 1 തന്നെയാണ്. അങ്ങനെയെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ നിന്ന് റൈറ്റ് സൈഡിലേക്ക്, അതായത് സോല്യൂട്ടിൻ്റെ അളവ് കുറഞ്ഞ സൈഡിൽ നിന്ന് സോല്യൂട്ടിൻ്റെ അളവ് കൂടിയ സ്ഥലത്തേക്ക് സൊല്യൂഷൻ പോകുന്ന ഒരു അവസ്ഥയെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഓസ്മോസിസ് എന്ന് പറയുന്നത്. ഓക്കെ, അവിടെ എന്താണ് സംഭവിക്കുന്നത്? സോൾവെൻറ്റ് പാർട്ടിക്കിൾസ് സോല്യൂട്ട് കുറഞ്ഞ സൈഡിൽ നിന്ന് സോല്യൂട്ട് കൂടിയ സ്ഥലത്തേക്ക് പോവുകയാണ്. അല്ലെങ്കിൽ സോല്യൂട്ട് കുറഞ്ഞ സൈഡിൽ നിന്ന് സോല്യൂട്ട് കൂടിയ സ്ഥലത്തേക്ക് പോകുന്നതാണ് ഓസ്മോസിസ് എന്ന് പറയുന്നത്. ഈ ഓസ്മോസിസ് നിൽക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഓസ്മോട്ടിക് പ്രഷർ അപ്ലൈ ചെയ്യണം. എവിടെയാണോ കോൺസെൻട്രേഷൻ കൂടിയത് അവിടെ നമ്മൾ എന്ത് ചെയ്യണം? ഓസ്മോട്ടിക് പ്രഷർ അപ്ലൈ ചെയ്യണം. ഇപ്പം ഇത് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോവുകയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്താൽ മതി? ഇവിടെ ഒരു ഹൈ പ്രഷർ അപ്ലൈ ചെയ്യാണ്. അപ്പോൾ ഇവിടുന്ന് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കുള്ള ആ ഒരു ഫ്ലോ, ഓക്കെ, സൊല്യൂഷൻ്റെ ഫ്ലോ എന്ത് ചെയ്യും? നിൽക്കും. ക്ലിയർ ആയല്ലോ. ഓസ്മോസിസ് എന്ന് പറഞ്ഞാൽ സോല്യൂട്ടിൻ്റെ അളവ് കുറഞ്ഞ സ്ഥലത്ത് നിന്ന് സോല്യൂട്ടിൻ്റെ അളവ് കൂടിയ സ്ഥലത്തേക്ക് പോകുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സോൾവെൻറ്റ് അല്ലെങ്കിൽ സൊല്യൂഷൻ പോകുന്ന ഒരു അവസ്ഥയാണ് ഓസ്മോസിസ് എന്ന് പറയുന്നത്. ഓസ്മോസിസ് നിൽക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഓസ്മോട്ടിക് പ്രഷർ അപ്ലൈ ചെയ്യണം. ഇനി ഇത് വെച്ച് നമുക്ക് എങ്ങനെ മോളാർ മാസ് ഓഫ് സോല്യൂട്ട് കണ്ടുപിടിക്കാം എന്ന് നോക്കിയാലോ. അപ്പോൾ ഓസ്മോസിസ് എന്ന് പറയുന്നത് പൈ എന്ന ഒരു ലെറ്ററിനോടാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. പൈ = CRT. ഓക്കെ, യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻ്റ് ഉണ്ട്, ടെമ്പറേച്ചർ ഉണ്ട്. ടെമ്പറേച്ചർ T, യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻ്റ് ആണ് R. അതുപോലെ തന്നെ C എന്താണ്? C നമ്മൾ പറയുന്നത് M/RT എന്ന ഇക്വേഷൻ ഒരു ചേഞ്ചും കൂടി അതിന് വരുത്താം. സീന് പകരം നമുക്ക് എമ്മും കൂടി യൂസ് ചെയ്യാം. എന്തായിരുന്നു? മൊളാരിറ്റി അല്ലേ? മൊളാരിറ്റിയിൽ എന്താണ് പറയുന്നത്? നമ്പർ ഓഫ് മോൾസ് ഓഫ് സോല്യൂട്ട് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ അല്ലേ? അതായത് N2/V RT. നമുക്കൊന്നും കൂടി ഇത് ചേഞ്ച് ചെയ്യാം. പൈ = N2 എന്ന് പറഞ്ഞാൽ എന്താണ്? ഗിവൺ മാസ് ബൈ മോളാർ മാസ് ഇൻറ്റു V, താഴെ RT മേലെ. ഇതാണ് നമുക്ക് W2 മേലുണ്ട് അല്ലേ? W2 മേലുണ്ട്. ഒന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതുവഴിയും നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? മോളാർ മാസ് ഓഫ് സോല്യൂട്ട് കണ്ടുപിടിക്കാം. ഇതൊക്കെ ഓക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇനി പ്രോബ്ലം സെക്ഷനിലേക്ക് കടന്നാലോ? ഞാനൊരു 8-10 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വേണ്ടി പല സ്ഥലത്ത് നിന്നും സെലക്ട് ചെയ്ത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും NCERT ക്വസ്റ്റ്യൻസും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു 8-10 ക്വസ്റ്റ്യൻസ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കതൊന്ന് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് പെർ കിലോഗ്രാം ഓഫ് സോൾവെൻറ്റ് ഇസ് കോൾഡ് വാട്ട്? എന്താണ് നമ്പർ ഓഫ് മോൾസ് ഓഫ് സോല്യൂട്ട് ബൈ സോൾവെൻറ്റിൻ്റെ കിലോഗ്രാം? ഇറ്റ് ഇസ് മൊളാലിറ്റി എമ്മും ഉണ്ട്, അതുപോലെ തന്നെ ക്യാപിറ്റൽ എമ്മും ഉണ്ട് അല്ലേ? ക്യാപിറ്റൽ എം ഇസ് കോൾഡ് മൊളാരിറ്റി.
number of moles of solute by volume of solution in liters, and small m is molality, number of moles of solute by volume of solution in liters. താഴത്തത് കിലോഗ്രാം അല്ലേ, കിലോഗ്രാം ഓഫ് സോൾവെൻ്റ് ആണ് വരുന്നത്. മാസ് ഓഫ് സോൾവെൻറ്റ് ഇൻ കിലോഗ്രാം ഇതിൽ മൊളാരിറ്റിയിൽ കേസിൽ. അപ്പോൾ അത് മനസ്സിലായല്ലോ. എമംഗ് ദ ഫോളോയിങ് വിച്ച് ഇസ് നോട്ട് എ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി, എമംഗ് ദ ഫോളോയിങ് വിച്ച് ഇസ് നോട്ട് എ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. ഓസ്മോട്ടിക് പ്രഷർ ആണോ, എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ് ആണോ, വേപ്പർ പ്രഷർ ആണോ, ഡിപ്രസിംഗ് ഓഫ് ഫ്രീസിംഗ് പോയിന്റ് ആണോ, ഏതാണ് ഒരു കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി അല്ലാത്തത്? ഒബ്വിയസ്ലി വേപ്പർ പ്രഷർ. വേപ്പർ പ്രഷർ എന്താണ്, ഒരു കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി അല്ല. ഓസ്മോട്ടിക് പ്രഷർ ആൻഡ് ഓസ്മോസിസ് ഒരു കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയാണ്. എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ്, ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ് ഒക്കെ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസിൽ വരുന്നുണ്ട്. നെയിം ദ 4 ഇമ്പോർട്ടൻറ്റ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ്. അടുത്ത ക്വസ്റ്റൻ ആണ്. സെക്കൻഡ് ക്വസ്റ്റനിൽ സബ് ക്വസ്റ്റനായി വരുന്നത് നെയിം ദ 4 ഇമ്പോർട്ടൻറ്റ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ്. എന്തൊക്കെയായിരുന്നു? റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ, എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ് ഉണ്ട്, ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ് ഉണ്ട്, അതുപോലെ തന്നെ എന്തുണ്ട്, ലാസ്റ്റ് വൺ നമ്മളിപ്പോൾ പഠിച്ചത് എന്തായിരുന്നു? ഓസ്മോസിസ്, ഓസ്മോട്ടിക് പ്രഷർ. അടുത്തത് calculate the temperature at which a solution containing 54 gram of glucose in 250 gram of water will freeze. നമുക്ക് ഇവിടെ എന്താണ് എഫ് തന്നിട്ടുണ്ട് അല്ലേ, ഫ്രീസിംഗ് പോയിന്റിൻ്റെ കോൺസ്റ്റൻറ്റ് തന്നിട്ടുണ്ട്, കെ എഫ് തന്നിട്ടുണ്ട്. നമ്മൾ ഇന്ന് പഠിച്ച ഇക്വേഷൻ ആയിരുന്നു അത്. എന്താണ്? ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റിൽ പഠിച്ച ഇക്വേഷൻ. എന്തായിരുന്നു ഇക്വേഷനിൽ പറയുന്നത്? ഡെൽറ്റ ടി എഫ് M2 മോളാർ മാസ് ഓഫ് സോല്യൂട്ട്. നമ്മളൊരു ക്വസ്റ്റനിൽ എന്താ ചോദിച്ചിട്ടുള്ളത്? മോളാർ മാസ് ഓഫ് സോല്യൂട്ട് തന്നെയാണോ? കാൽക്കുലേറ്റ് ദ ടെമ്പറേച്ചർ അറ്റ് വിച്ച്, നമുക്ക് ടെമ്പറേച്ചർ ആണ് കാണേണ്ടത്. നമുക്ക് M2 കാണാനുള്ള ഇക്വേഷൻ അറിയാം. അങ്ങനെയാണെങ്കിൽ ടെമ്പറേച്ചർ കാണാൻ M2 നമുക്ക് കെ എഫ് അല്ലേ തന്നിട്ടുള്ളത്? കെ എഫ് ആണോ തന്നിട്ടുള്ളത്? അതെ, കെ എഫ് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്ന് ടെമ്പറേച്ചർ കാണാം. ടെമ്പറേച്ചർ എവിടെയാണ് വരുന്നത്? ഡെൽറ്റ ടി എഫ്. അപ്പോൾ ഡെൽറ്റ ടി എഫ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ ഇക്വേഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്യുക. എന്നിട്ട് എന്ത് വരും? ഡെൽറ്റ ടി എഫ് ഈക്വൽ ടു കെ എഫ് ഇൻറ്റു W2 into 1000 divided by W1 into M2. ഇതിൽ നമ്മുടെ കെ എഫ് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് സോല്യൂട്ടിൻ്റെയും സോൾവെൻറ്റിൻ്റെയും ഗിവൺ മാസും മോളാർ മാസുമാണ് അറിയേണ്ടത്. അത് തന്നിട്ടുണ്ടോ? 54 ഗ്രാം ഓഫ് ഗ്ലൂക്കോസ് തന്നിട്ടുണ്ട് ഇൻ 250 ഗ്രാം ഓഫ് വാട്ടർ. അതും നമുക്കറിയാം അല്ലേ, അതും അറിയാം. W2 തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് 54 ഗ്രാം. W1 എന്ന് പറയുന്നത് 250 ഗ്രാം. കെ എഫ് എന്ന് പറയുന്നത് 1.86. നമുക്ക് മാസ് കാണണ്ടേ? വാട്ടറിൻ്റെ മാസ് കാണണം, വാട്ടറിൻ്റെ മാസിനല്ലേ കാണേണ്ടത്? M2 ആണ് കാണേണ്ടത്. M2 ദാറ്റ് ഈസ് ഗ്ലൂക്കോസിൻ്റെ മാസ് കാണണം അല്ലേ. ഗ്ലൂക്കോസിൻ്റെ മാസ് എങ്ങനെയാണ് കാണുന്നത്? M2 എന്ന് വെച്ചാൽ എന്താണ്? C6H12O6. 6 × 12 പ്ലസ് 12 × 1 പ്ലസ് 16 × 6 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? C6H12O6ൻ്റെ മോളാർ മാസ് കിട്ടും. അതുമായി ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ടെമ്പറേച്ചർ ഡെൽറ്റ ടി എഫ് കിട്ടും. ഡെൽറ്റ ടി എഫ് ആണോ പക്ഷെ ചോദിച്ചിട്ടുള്ളത്? അല്ല, നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ടി എഫ് ആണ്. അപ്പോൾ ഡെൽറ്റ ടി എഫിൽ നിന്ന് ടി എഫ് എങ്ങനെ കാണും? പറയൂ. ഇതൊക്കെ വേണോ? ഇതൊക്കെ ഒന്ന് വായിച്ചാലോ. ഡെൽറ്റ ടി എഫിൻ്റെ ആൻസർ ഞാനൊന്ന് പറഞ്ഞുതരാം. എത്രയാണ് ഡെൽറ്റ ടി എഫ് വരുന്നതെന്ന്? ഡെൽറ്റ ടി എഫ് വരുന്നത് 2.23 കെൽവിൻ ആണ്. ഡെൽറ്റ ടി എഫ് ഈക്വൽ ടു 2.23 കെൽവിൻ. ഡെൽറ്റ ടി എഫ് എന്ന് വെച്ചാൽ എന്താണ്? T0F മൈനസ് ടി എഫ് ആണ്. ദാറ്റ് ഈസ് 273 കെൽവിൻ മൈനസ് അല്ലേ, 273 കെൽവിൻ മൈനസ് 2.23 കെൽവിൻ. അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ട ടെമ്പറേച്ചർ. നമുക്ക് തേർഡ് ക്വസ്റ്റ്യൻ ചെയ്താലോ. എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മൊളാലിറ്റി. അങ്ങനെയാണെങ്കിൽ നമ്മളോട് പറഞ്ഞിട്ടുള്ള മോളാർ മാസ് ഓഫ് സോല്യൂട്ട് കാണാനുള്ള ഇക്വേഷൻ ഡിറൈവ് ചെയ്യാനാണ്. അറിയാലോ, ഞാൻ ചെറുതായിട്ട് ഇവിടെ നിന്ന് കാണിച്ചു തരാം എങ്ങനെയാണ് ഡിറൈവ് ചെയ്യുന്നത്. ഡെൽറ്റ ടി ബി എന്ന് പറയുന്നത് KB ഇൻറ്റു M ആണെന്ന് ക്വസ്റ്റ്യനിൽ അത് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ മൊളാലിറ്റീൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? നമ്പർ ഓഫ് മോൾസ് ഓഫ് സോല്യൂട്ട്. നമ്പർ ഓഫ് മോൾസ് ഓഫ് സോല്യൂട്ട് എന്താണ്? ഗിവൺ മാസ് ബൈ മോളാർ മാസ് ഇൻറ്റു മാസ് ഓഫ് സോൾവെൻറ്റ് ഇൻ കിലോഗ്രാംസ് അല്ലേ, M1 ഇൻറ്റു 1000 ആണല്ലോ. ആണ്. അതിൽ നിന്ന് നമുക്ക് M2 കണ്ടുപിടിക്കാം.
അപ്പോൾ നമുക്ക് ആദ്യത്തെ സ്റ്റെപ്പിൽ നിന്ന് തന്നെ തുടങ്ങണം. ഡെൽറ്റ ടി ബി എന്ന് പറയുന്നത് എന്താണെന്ന് കാണിച്ചു കൊടുക്കണം. അതുപോലെ തന്നെ ഡെൽറ്റ ടി ബി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മൊളാലിറ്റി എന്ന് പറയണം. കെ ബി ഇൻറ്റു എം ആണ് എന്ത് ഡെൽറ്റ ടി ബി എന്ന് പറയണം. കെ ബി എന്ന് പറയുന്നത് മൊളാൽ എലവേഷൻ കോൺസ്റ്റൻ്റ് ആണ് ഫോർ ബോയിലിംഗ് പോയിന്റ് എന്ന് പറയണം. അതൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ ലാസ്റ്റ് ഡെറിവേഷൻ്റെ ആൻസർ M2ൻ്റെ ആൻസറിലേക്ക് എത്തേണ്ടത്. ഇവിടെ ഒരു പ്രോബ്ലം തന്നിട്ടുണ്ട് കണ്ടിന്യൂസ് ആയിട്ട്. ദ ബോയിലിംഗ് പോയിന്റ് ഓഫ് ബെൻസീൻ ഇസ് ഇത്രേ. ഓക്കെ, ബെൻസീൻ്റെ ബോയിലിംഗ് പോയിന്റ് തന്നിട്ടുണ്ട്. T0B equal to 353.23 Kelvin. When 1.80 gram of a non-volatile solute was dissolved, non-volatile ആയിട്ടുള്ള ഒരു സോല്യൂട്ട് ആണ് ഡിസോൾവ് ചെയ്യുന്നത്. അപ്പം W2 എന്ന് പറയുന്നത് 1.80, W1 എന്ന് പറയുന്നത് 90 gram ഓഫ് ബെൻസീൻ ആണ്. അപ്പം 90 ബോയിലിംഗ് പോയിന്റ് റേസ് ആയി. ഓക്കെ, TB ആഡ് ചെയ്തതിന് ശേഷം TB എന്തായി 354.11 കെൽവിനിലേക്ക് അത് മാറി. അങ്ങനെയാണെങ്കിൽ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് എന്താണ്? മോളാർ മാസ് ഓഫ് സോല്യൂട്ടാണ്. ഇക്വേഷൻ ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഡെൽറ്റ ടി ബി കാണാനായിട്ട് എന്ത് ചെയ്യണം? T0B മൈനസ് ടി ബി ചെയ്താൽ മതി. TB മൈനസ് T0B ചെയ്താൽ മതി. എന്നിട്ട് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അടുത്തത് ഫോർത്ത് ക്വസ്റ്റ്യൻ. നെയിം ദ ലോ വിച്ച് ഹെൽപ്സ് us to determine പാർഷ്യൽ വേപ്പർ പ്രഷർ ഓഫ് എ വോളറ്റൈൽ കോമ്പണന്റ്. അറിയാം, റോൾസ് ലോ ആണ് ലോ എന്ന് പറയുന്നത്, പാർഷ്യൽ വേപ്പർ പ്രഷർ കാണാൻ. സ്റ്റേറ്റ് ദ ലോ. റോൾസ് ലോ എന്താണ് പറയുന്നത്? ഒരു കോമ്പണൻറ്റിൻ്റെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു കോമ്പണൻറ്റിൻ്റെ വേപ്പർ പ്രഷർ വിൽ ബി ഡയറക്ട്ലി ഒരു സൊല്യൂഷനിലെ കോമ്പണൻസിൻ്റെ വേപ്പർ പ്രഷർ ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി മോൾ ഫ്രാക്ഷൻ ഓഫ് ദാറ്റ് കോമ്പണൻറ്റ് ഇൻ ദാറ്റ് സൊല്യൂഷൻ ആണല്ലോ. PA ഈക്വൽ ടു P0 കൈ എ, PB ഈക്വൽ ടു P0B കൈ ബി ഒക്കെ നമ്മൾ പഠിച്ച കാര്യങ്ങളാണ്. ആണല്ലോ, ആണ്. ഇനി വേപ്പർ പ്രഷർ അതിൻ്റെ തേർഡ് സബ് ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത് വേപ്പർ പ്രഷർ ഓഫ് ക്ലോറോഫോം ആൻഡ് ഡൈക്ലോറോമീഥെയിൻ നമുക്ക് തന്നിട്ടുണ്ട്. കാൽക്കുലേറ്റ് ദ വേപ്പർ പ്രഷർ ഓഫ് സൊല്യൂഷൻ ആണ്. ഞാൻ വേപ്പർ പ്രഷർ ഓഫ് സൊല്യൂഷൻ കാണാനുള്ള ഇക്വേഷൻ മുൻപത്തെ ക്ലാസ്സിൽ തൊട്ട് മുൻപത്തെ പാർട്ടിൽ പഠിപ്പിച്ചിട്ടുണ്ട്. ഇക്വേഷൻ ഒന്നും കൂടി ഇവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു സൊല്യൂഷൻ്റെ വേപ്പർ പ്രഷർ കാണാനുള്ള ഇക്വേഷൻ ഇത് നമ്മൾ ഡിറൈവ് ചെയ്തെടുത്ത ഇക്വേഷനാണ്. എവിടെ നിന്ന്? റോൾസ് ലോയിൽ നിന്ന്. Calculate the vapor pressure of the solution by mixing 24 gram of chloroform and 17 gram of dichloromethane at 298 Kelvin. നമുക്ക് P10 തന്നിട്ടുണ്ട്. P10 എത്രയാണ്? P01 200 mm. P20 തന്നിട്ടുണ്ട്, അല്ലെ P02 415 mm. അങ്ങനെയാണെങ്കിൽ K2 കാണണ്ടേ? K2 എന്ന് വെച്ചാൽ എന്താണ്? സോല്യൂട്ടിൻ്റെ മോൾ ഫ്രാക്ഷൻ, അതായത് N2 by N1 plus N2. N2 divided by N1 plus N2. കളറൊന്ന് ചേഞ്ച് ചെയ്യണോ? വിസിബിൾ ആണോ നിങ്ങൾക്ക്? റെഡ് ആക്കാം. N2 ഡിവൈഡഡ് ബൈ N1 പ്ലസ് N2. നമ്പർ ഓഫ് മോൾസ് ഓഫ് സോല്യൂട്ട് അതിന് ആദ്യം കാണണം. N2 എന്ന് പറയുന്നത് എന്താ? ഗിവൺ മാസ് ബൈ മോളാർ മാസ്. നമുക്ക് ക്ലോറോഫോം ആണ്. ക്ലോറോഫോം എന്ന് പറയുമ്പം CHCl3 അല്ലേ? ഗിവൺ മാസ് 24 ആണ്. നമ്മൾ CHCl3ൻ്റെ മാസ് എത്രയാണ് നോക്കണം. മാം ഇവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. CHCl3ൻ്റെ മാസ് വരുന്നത് CHCl3ൻ്റെ അല്ല, സോറി, N2 എന്ന് പറയുന്നത് N2 is actually 0.2, N1 is actually 0.2 itself, 0.2 അങ്ങനെയാണെങ്കിൽ നമുക്കിതെങ്ങനെ ഈ ഇക്വേഷൻ എങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? അതിൽ 0.2 ഡിവൈഡഡ് ബൈ 0.2 പ്ലസ് 0.2 അങ്ങനെ ചെയ്യാം. N2 N1 എങ്ങനെയാണ് കിട്ടിയതെന്ന് അറിയാലോ? 24 ഡിവൈഡഡ് ബൈ, അത് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഞാനൊന്ന് പറഞ്ഞുതരാം. ഗിവൺ മാസ് ബൈ മോളാർ മാസ് തന്നെ ചെയ്യാനുള്ളൂ. സോ കാൽക്കുലേറ്റ് ചെയ്യണം. ഈ കാൽക്കുലേറ്റർ ഇല്ലാത്തതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഇതുകൊണ്ടാണ് ഞാൻ ആൻസർ ഡയറക്റ്റ്ലി പറഞ്ഞു തരുന്നത്. അപ്പോൾ N2 എന്ന് പറയുന്നത് K2 നമുക്ക് N2 ബൈ N1 ആണല്ലോ കാണണ്ടേ. അപ്പം N2 എന്ന് പറയുന്നത് എന്താണ്? ഗിവൺ മാസ് ബൈ മോളാർ മാസ്. ഗിവൺ മാസ് ഇസ് 24 gram ഓഫ് ക്ലോറോഫോം എന്ന് വെച്ചാൽ എന്താണ്? അതിൻ്റെ മോളിക്കുലർ ഫോമിൽ എന്താണ്? CHCl3 ആണല്ലോ. CL3 ഈസ് 35.5. CL3 ഉണ്ട്, CHCl3. അപ്പോൾ ഇൻറ്റു 3 ചെയ്യാം. ഓക്കെ, പ്ലസ് CH ആണല്ലോ, കാർബൺ എന്താണ്? 12 ആണ്. പ്ലസ് 1 കൂടി ആഡ് ചെയ്യാം. അപ്പം 119.5 വരും. N2 അങ്ങനെയാണ് കാണുന്നത്. ഇനി നമുക്ക് എന്താണ് പറഞ്ഞിട്ടുള്ളത്? അടുത്തത് N1 ആണോ? N1 ഏതാ തന്നിട്ടുള്ളത്? ഡൈക്ലോറോമീഥെയിൻ. അപ്പോൾ ഡൈക്ലോറോമീഥെയിനും എന്ത് ചെയ്യണം? ഇതുപോലെ 17 gram ഡിവൈഡഡ് ബൈ ഡൈക്ലോറോമീഥെയിൻ്റെ മോളാർ മാസ് നിങ്ങൾ കണ്ടുപിടിക്കണം. ഓൾറെഡി നമുക്ക് ആവശ്യമുള്ള CLD HND CND ഒക്കെ തന്നിട്ടുണ്ട്, ഇവിടെ ബ്രാക്കറ്റിൽ തന്നിട്ടുണ്ട്. അതൊന്ന് വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. CHCl3 എന്നിട്ട് അതിൻ്റെ മോളാർ മാസ് കാണുക, ഡിവൈഡ് ചെയ്യുക. N2 കാണുക, സോറി, ക്ലോറോഫോമും ഡൈക്ലോറോമീഥെയിൻ N1ഉം N2ഉം കാണുക. അതൊക്കെ ആണെങ്കിൽ നമുക്ക് അടുത്ത പ്രോബ്ലത്തിലേക്ക് കിടക്കാം. 5th പ്രോബ്ലം.
കാൽക്കുലേറ്റ് ദ മാസ് പെർസെൻറ്റേജ് ഓഫ് ബെൻസീൻ. മാസ് പെർസെൻറ്റേജ് ഓഫ് ബെൻസീൻ എങ്ങനെയാണ് കാണുന്നത്? നമ്മൾ മാസ് പെർസെൻറ്റേജ് എന്ന് വെച്ചാൽ എന്താ അറിയാം, നമുക്കറിയാമല്ലേ എന്താണ് മാസ് ഓഫ് ദാറ്റ് സോൾവെൻറ്റ് അല്ലെങ്കിൽ മാസ് ഓഫ് ദാറ്റ് കോമ്പണൻറ്റ്, സോൾവെൻ്റ് അല്ല മാസ് ഓഫ് ദാറ്റ് കോമ്പണൻറ്റ് ടു ദ ടോട്ടൽ മാസ് ഓഫ് ദ സൊല്യൂഷൻ. ടോട്ടൽ മാസ് ഓഫ് ദ സൊല്യൂഷൻ. ഇവിടെ ആൻസർ ഞാൻ ഡയറക്റ്റ്ലി എഴുതി വെച്ചിട്ടുണ്ട്. എങ്ങനെയാണ് അത് കണ്ടുപിടിക്കുന്നത് നോക്കാം. ബെൻസീൻ്റെ മാസ് പെർസെൻറ്റ് കാണാനായിട്ട് മാസ് പെർസെൻറ്റേജ് ബെൻസീൻ്റെ മാത്രം ഞാൻ പറഞ്ഞുതരാം. അതേപോലെ തന്നെയാണ് കാർബൺ ടെട്രാ ക്ലോറൈഡിൻ്റെയും കാണുക, CCl4ൻ്റെ മാസ് പെർസെൻറ്റേജ് ഓഫ് ബെൻസീൻ എന്ന് പറയുന്നത് ഗിവൺ മാസ് ഓഫ് ബെൻസീൻ 22 ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ് ഓഫ് സൊല്യൂഷൻ. ടോട്ടൽ മാസ് ഓഫ് സൊല്യൂഷൻ ഇവിടെ തന്നിട്ടുണ്ട്. കാൽക്കുലേറ്റ് ദ മാസ് പെർസെൻറ്റേജ് ഓഫ് ബെൻസീൻ ഇഫ് ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് 22 gram of benzene and 122 gram of carbon tetrachloride. അപ്പോൾ ടോട്ടൽ മാസ് ഓഫ് സൊല്യൂഷൻ എന്താ 22 + 122 എത്രയായിരിക്കും 144. അപ്പോൾ ഡിവൈഡഡ് ബൈ 144 ഇൻറ്റു 100%. ഇതായിരിക്കും നിങ്ങളുടെ മാസ് പെർസെൻറ്റേജ് ഓഫ് ബെൻസീൻ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മാസ് പെർസെൻറ്റേജ് ഓഫ് കാർബൺ ടെട്രാക്ലോറൈഡ് എന്താ ചെയ്യേണ്ടത്? CCl4 ഗിവൺ മാസ് എത്രയാണ് 122 ഡിവൈഡ് ബൈ ടോട്ടൽ മാസ് എത്രയാണ് 144 ഇൻറ്റു 100% ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മാസ് പെർസെൻറ്റേജ് കിട്ടും. നമ്മുടെ 6th ക്വസ്റ്റ്യൻ വരുന്നത് ഫോർ ഡിറ്റർമൈനിങ് മോളിക്കുലർ മാസ് ഓഫ് polymers ഓസ്മോട്ടിക് പ്രഷർ ഇസ് പ്രിഫേർഡ് ടു അതർ പ്രോപ്പർട്ടീസ്. വൈ? എന്തുകൊണ്ടാണ് ഓസ്മോട്ടിക് പ്രഷർ യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഓസ്മോസിസ് ആ ഒരു കോൺസെപ്റ്റ് അവിടെ കൊണ്ടുവരുന്നത് എന്നാണ്. അതിൻ്റെ ആദ്യത്തെ റീസൺ എന്ന് പറയുന്നത് റൂം ടെമ്പറേച്ചറിലാണ് നമ്മൾ ഓസ്മോട്ടിക് പ്രഷർ അല്ലെങ്കിൽ ഓസ്മോസിസ് എന്ന മെത്തേഡ് പ്രഷർ കാണാനായിട്ട് യൂസ് ചെയ്യുന്നത്, റൂം ടെമ്പറേച്ചർ. രണ്ടാമത്തെ റീസൺ എന്ന് പറയുന്നത് നമ്മൾ മുൻപുള്ള എലവേഷൻ ഓഫ് ബോയിലിംഗ് പോയിൻ്റ് ആണെങ്കിലും ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിൻ്റ് ആണെങ്കിലും ഒക്കെ മൊളാലിറ്റി ആയിരുന്നു യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ കേസിൽ മൊളാരിറ്റിയാണ് യൂസ് ചെയ്യുന്നത്. മൊളാരിറ്റി. ഓക്കെ, മൊളാരിറ്റി ഇസ് യൂസ്ഡ് ഇൻസ്റ്റെഡ് ഓഫ് മൊളാലിറ്റി. ഓക്കെ ആണോ? മൊളാരിറ്റി ഇൻസ്റ്റെഡ് ഓഫ് മൊളാലിറ്റി. ഓക്കെ, അടുത്തത് എന്താണ്? ഫോർ ഇൻട്രാവീനസ് ഇഞ്ചക്ഷൻസ് ഓൺലി സൊല്യൂഷൻസ് വിത്ത് ഓസ്മോട്ടിക് പ്രഷർ പോയിന്റ് ഡിപ്രഷൻ ഈക്വൽ ടു 0.9% ഓഫ് NaCl ഇസ് പ്രിഫേർഡ്. വൈ? ഇത് ഓസ്മോട്ടിക് പ്രഷറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ്. നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് വാട്ടറിൻ്റെ കോൺസെൻട്രേഷനും അതുപോലെ തന്നെ കുറച്ച് സോളിഡ് പാർട്ടിക്കിൾസിൻ്റെ കോൺസെൻട്രേഷനും ഒക്കെയായി മാച്ച് ചെയ്യുന്ന ഒന്നാണ് 0.9% ഓഫ് NaCl എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഓസ്മോസിസ് എന്താണെന്ന് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു കുറച്ചും കൂടി വലുതാക്കി വരയ്ക്കാം. ഇതുപോലെ ഒരു വലിയ കണ്ടെയ്നറിൽ നമ്മളതിനെ സെമി പെർമിയബിൾ മെംബ്രെയിൻ വെച്ച് സെപ്പറേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ഒരു സൊല്യൂഷൻ ഉണ്ടാവും, റൈറ്റ് സൈഡിൽ ഒരു സൊല്യൂഷൻ ഉണ്ടാവും. ലെഫ്റ്റ് സൈഡിലെ സൊല്യൂഷനിൽ സോല്യൂട്ട് പാർട്ടിക്കിൾസ് കുറവാണ്, റൈറ്റ് സൈഡിൽ സോല്യൂട്ട് പാർട്ടിക്കിൾസ് കൂടുതലാണെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്ന ഒരു മോഷനാണ് ഓസ്മോസിസ് എന്ന് പറയുന്നത്, അക്രോസ് ദ സെമി പെർമിയബിൾ മെംബ്രെയിൻ. അപ്പോൾ ഇഞ്ചക്ഷൻസിൽ ഓസ്മോസിസ് നടക്കാൻ പാടില്ല. ഇഞ്ചക്ഷൻ വെക്കുമ്പോൾ ഓസ്മോസിസ് നടക്കാൻ പാടില്ല. അതിന് വേണ്ടിയിട്ട് നമ്മളുടെ ശരീരത്തിലെ കോൺസെൻട്രേഷനുമായി സെയിം ആയിട്ടുള്ള സിമിലർ ആയിട്ടുള്ള ഒരു കോൺസെൻട്രേഷനുള്ള ഒന്നിനെയാണ് ഇഞ്ചക്ഷൻസിൽ യൂസ് ചെയ്യുക. അതാണ് 0.9% ഓഫ് NaCl. ഓസ്മോസിസ് നടക്കാൻ പാടില്ല. നടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഐസോട്ടോണിക് സൊല്യൂഷൻസിനെ യൂസ് ചെയ്യുന്നത്. ഐസോട്ടോണിക് എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ ശരീരത്തിലെ ബോഡി ഫ്ലൂയിഡ്സുമായിട്ട് കോൺസെൻട്രേഷൻ വെച്ച് നോക്കുമ്പോൾ സിമിലറായി നിൽക്കുന്ന സൊല്യൂഷൻസ്. അടുത്ത വാട്ടർ അസിയോട്രോപ്സ്. 7th ക്വസ്റ്റ്യൻ. അസിയോട്രോപ്സ് എന്താ നിങ്ങൾക്ക് അറിയാലോ, ഡെഫിനിഷൻ അറിയാലോ. ബോയിൽ ഇറ്റ്സ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ. അതുപോലെ തന്നെ എന്താണ് സെയിം കോൺസ്റ്റൻറ്റ് ബോയിലിംഗ് പോയിൻ്റ് ആയിരിക്കും. A and B എന്ന 2 കോമ്പണൻസ് ഉണ്ടെങ്കിൽ ആ 2 കോമ്പണൻസിനെ കൊണ്ട് ഉണ്ടാക്കിയതാണ് അസിയോട്രോപ്സ്. ദാറ്റ് ഇസ് ബൈനറി മിക്സ്ചർ എന്നാണ് അസിയോട്രോപ്സ് എന്ന് പറയുന്നത്. പിന്നെ അസിയോട്രോപ്സിനെ കുറിച്ച് ഞാൻ പറഞ്ഞ മിനിമം ബോയിലിംഗ് മാക്സിമം ബോയിലിംഗ് ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇവിടെ ചോദിച്ചിട്ടുണ്ട് മിനിമം ബോയിലിംഗ് അസിയോട്രോപ്പ് എന്താണെന്നുള്ളത്. ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ വഴി സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം അവരുടെ ബോയിലിംഗ് പോയിൻറ്റ്സ് സെയിം ആണ്, കോൺസ്റ്റൻ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ മൊളാരിറ്റി, മൊളാലിറ്റി, മോൾ ഫ്രാക്ഷൻ ഒക്കെ ഉണ്ട്. മൊളാരിറ്റി ക്യാപിറ്റൽ സ്മോൾ എം, മൊളാലിറ്റി കേട്ടോ, മൊളാലിറ്റി and mole fraction etc. are some methods of expressing concentrations which among those is temperature independent. അത് ഞാൻ മുൻപ് നമ്മുടെ ഈ ടോപ്പിക് എടുക്കുന്ന കൂട്ടത്തിൽ തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു. എന്താണ് മൊളാരിറ്റി? ക്യാപിറ്റൽ M എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് മോൾസ് ഓഫ് സോല്യൂട്ട്, നമ്പർ ഓഫ് മോൾസ് ഓഫ് സോല്യൂട്ട്. മോൾ ഫ്രാക്ഷൻ നമുക്ക് എക്സ്ക്ലൂഡ് ചെയ്യാം കേട്ടോ. മോൾ ഫ്രാക്ഷൻ എന്താ നമുക്കറിയാം, നമ്പർ ഓഫ് മോൾസ് തമ്മിലുള്ള റിലേഷനാണ്. അവിടെ ടെമ്പറേച്ചറിൻ്റെ ഒരു ബന്ധവും ഇല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് മോൾ ഫ്രാക്ഷൻ ടെമ്പറേച്ചർ ഇൻഡിപെൻഡൻ്റ് ആണ് എന്ന് ക്ലിയർ ആയിട്ട് പറയാൻ പറ്റും. ഡിവൈഡഡ് ബൈ മൊളാരിറ്റി. മൊളാരിറ്റീൻ്റെ കേസിൽ എന്താണ് വോളിയം ഓഫ് സൊല്യൂഷനാണ് യൂസ് ചെയ്യുന്നത്. മൊളാലിറ്റീൻ്റെ കേസിലോ നമ്പർ ഓഫ് മോൾസ് ഓഫ് സോല്യൂട്ട് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് സോൾവെൻറ്റ് ഇൻ കിലോഗ്രാംസ്. മാസ് ആണ്, മാസ്.
ഇതിലേതാണ് ടെമ്പറേച്ചറിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്നത്? ഒബ്വിയസ്ലി എന്താണ് നമ്മുടെ ക്യാപിറ്റൽ എം മൊളാരിറ്റി ആണ് വോളിയമാണ് ടെമ്പറേച്ചറിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ടെമ്പറേച്ചർ ഇൻഡിപെൻഡൻ്റ് ആയ ഒന്ന് മൊളാലിറ്റി, മോൾ ഫ്രാക്ഷൻ. ഇനി എന്താണ് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് നോക്കാം. വാട്ട് ആർ ഐഡിയൽ സൊല്യൂഷൻസ്? റോൾസ് ലോ ഒബേ ചെയ്യുന്ന സൊല്യൂഷൻസിനെയാണ് നമ്മൾ ഐഡിയൽ സൊല്യൂഷൻ എന്ന് പറയുന്നത്. അവരുടെ പ്രോപ്പർട്ടീസ് പറയാം. എന്തൊക്കെയാണ് പ്രോപ്പർട്ടീസിൽ വരുന്നത്? പി നോട്ട് കൈ എന് ഈക്വൽ ആണ്, പി നോട്ട് ബി കൈ ബിന് ഈക്വൽ ആണ്, അതുപോലെ തന്നെ എ ബി ഇൻട്രാക്ഷന് സെയിം ആണ്. അങ്ങനത്തെ ഒരുപാട് പ്രോപ്പർട്ടീസ് ഐഡിയൽ സൊല്യൂഷനെ കുറിച്ച് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അതൊക്കെ എഴുതി വെച്ചോളൂ, അറിയുന്നൊക്കെ എഴുതി വെക്കാം. ഇനി കാൽക്കുലേറ്റ് ദ മോൾ ഫ്രാക്ഷൻ ഓഫ് ബെൻസീൻ ആണ് പറഞ്ഞത്. മോൾ ഫ്രാക്ഷൻ കാണാൻ എളുപ്പമാണ്. ബെൻസീൻ എന്ന് പറയുമ്പോൾ നമ്മളുടെ ഇൻ സൊല്യൂഷൻ കണ്ടെയ്നിങ് 30% ബൈ മാസ് ഓഫ് CCl4. അപ്പോൾ നമുക്ക് Chi2 കാണണമെങ്കിൽ N2/N1 പ്ലസ് N2 ചെയ്താൽ മതി. നമ്പർ ഓഫ് മോൾസ് ഓഫ് N2 എന്ന് പറയുന്നത് നമുക്ക് അറിയാം. N2 ഈക്വൽ ടു ഗിവൺ മാസ് 30 ഡിവൈഡഡ് ബൈ എന്താണ് 30 മാസ് ഓഫ് പെർസെൻറ്റേജ് ഓഫ് ബെൻസീനാണ്. ബെൻസീൻ C6H6 വെച്ചിട്ട് കാണാം. ഓക്കെ, C6H6 വെച്ച് കാണുമ്പോൾ നമുക്ക് 78 ആണ് വരുന്നത്. 78. ഓക്കെ, അപ്പോൾ N2ൻ്റെ ആൻസർ എന്തായിരിക്കും? 0.385. അടുത്തത് N1 കാണണം. N1 എന്ന് പറഞ്ഞാൽ 30% ബെൻസിൻ ഉണ്ടെങ്കിൽ 70% എന്തായിരിക്കും? വാട്ടർ ആയിരിക്കും. 70 grams ഡിവൈഡ് ബൈ വാട്ടറിൻ്റെ 18 ചെയ്യുക. അപ്പോൾ നമുക്ക് വരുന്നത് 70 ഡിവൈഡഡ് ബൈ വരുന്നത് 154 CCl4 കാർബൺ പ്ലസ് 4 ഇൻറ്റു Clൻ്റെ മാസ്. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 0.455 എന്ന റേഞ്ചിൽ വരും. ഈ N2ഉം N1ഉം ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് Chi2 കിട്ടും, ബെൻസീൻ്റെ മോൾ ഫ്രാക്ഷൻ. അപ്പോൾ ഇതോടെ നമ്മളുടെ ഇന്നത്തേന്നല്ല ഈ ചാപ്റ്റർ മുഴുവൻ അവസാനിച്ചിരിക്കുകയാണ്. ഇന്നത്തെ പാർട്ടും ഇവിടെ അവസാനിക്കാൻ പോവുകയാണ്. എനിക്ക് തോന്നുന്നു 4 പാർട്സിലാണ് നമ്മൾ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തത്. ഒരുപാട് പ്രോബ്ലംസ് അതിൻ്റെ ഇടയിൽ ഈ ചാപ്റ്ററിൽ തന്നെ ഒരു 15 to 20 പ്രോബ്ലംസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ പ്രോബ്ലംസൊക്കെ പ്രാക്ടീസ് ചെയ്യുക. അങ്ങനത്തെ ക്വസ്റ്റ്യൻസേ നിങ്ങൾക്ക് ബോർഡ് എക്സാമിന് എന്തായാലും വരാൻ പോകുന്നുള്ളൂ. അതുപോലെ തന്നെ ഞാൻ പറയുന്ന തിയറിയൊക്കെ അതുപോലെ തന്നെ ഒക്കെ മൈൻഡിൽ കീപ്പ് ചെയ്യുക. ഇന്നത്തെ കാര്യങ്ങൾ ഇന്ന് തന്നെ പഠിച്ചു തീർക്കുക. നമ്മൾ അടുത്ത പാർട്ടിൽ എന്തായാലും മറ്റൊരു ചാപ്റ്ററുമായിട്ട് പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. അപ്പോഴേക്കും സൊല്യൂഷൻസ് സെറ്റാക്കി വെക്കുക.